കുട്ടി പറഞ്ഞു, യാ റസൂലല്ലാഹ് ലാ തറുദ്ദനീ, എന്നെ യുദ്ധക്കളത്തിൽ നിന്ന് മടക്കി വിടല്ലേ നബിയേ, ഞാൻ മടങ്ങിപ്പോകൂല. ഉടൻ തന്നെ നബി തങ്ങൾ പറയാണ്, ഐന ഉമ്മു സയ്യിദ്, സയ്യിദിന്റെ ഉമ്മ എവിടെ? സ്വഹാബ, സയ്യിദിന്റെ ഉമ്മാനെ ഒന്ന് വിളിച്ചോണ്ട് വാ. ആ സഹോദരി ഓടി വരികയാണ്. ഞാൻ അല്ലാഹ്ക്ക് വേണ്ടി സുജൂദ് ചെയ്തിട്ടില്ല, സജ്ദത്തൻ ഒരു സുജൂദ് പോലും ഇല്ല, വലി ഉമ്മീ നസീബും മിൻഹാ, എൻ്റെ ഉമ്മാക്ക് ആ സുജൂദിന്റെ ഒരു കൂലി കിട്ടിയിട്ടല്ലാതെ. എപ്പോഴും പറയുന്ന ഒരു വർത്താനാണ്, ഞാൻ ഒരു സുജൂദ് ചെയ്ത ആ സുജൂദിന്റെ കൂലി എൻ്റെ ഉമ്മാക്ക് കിട്ടും. കുറേ ഇങ്ങനെ ഇത് പറഞ്ഞപ്പോൾ ആളുകൾ ചോദിച്ചു, അല്ല അഹ്മദ് ബിൻ ഹംബൽ, നിങ്ങൾ എന്താണ് ഈ പറയുന്നതിന്റെ അർത്ഥം? ആ മാതാവിന്റെ സ്വപ്നം അവിടെ ഉപേക്ഷിക്കാൻ അവര് തയ്യാറായില്ല. ഉമ്മയുടെ കൽബിലൊരു സ്വപ്നമുണ്ട്, അല്ലാഹ് എന്റെ മക്കൾ, എന്റെ മകൻ, എന്നിലൂടെ ജനിക്കുന്ന പൊന്നുമോൻ ബൈത്തുൽ മുഖദ്ദസിലെ ഇമാമായി മാറണം. ആ സ്വപ്നം അവരെ ഉപേക്ഷിച്ചില്ല. അല്ലാഹു അവരുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുകയാണ്. എങ്ങനെ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കാഫ് ഹാ യാ ഐൻ സാദ്. ذكر رحمة ربك عبده زكريا إذ نادى ربه نداء خفيا قال رب إني وهن العظم مني واشتعل الرأس شيبا ولم أكن بدعائك رب شقيا وإني خفت الموالي من ورائي وكانت امرأتي عاقرة فهب لي من لدنك وليا يرثني ويرث من آل يعقوب واجعله ربي رضيا صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. വളരെ പവിത്രമായ മജ്ലിസുൻ നൂറിൻ്റെ മഹാന്മാരായ ബദരീങ്ങളുടെ അസ്മാഉകൾ പറഞ്ഞ് തവസ്സുൽ ചെയ്ത് പവിത്രമായ സൂറത്ത് യാസീൻ ഓതി അഭിവന്ദനായ ഉസ്താദിൻ്റെ അനുസ്മരണവും നടന്ന് ഇനി ദുആക്ക് വേണ്ടി കാതോർക്കുന്ന വളരെ ആത്മീയമായ ഒരു സദസ്സിൻ്റെ മുമ്പിൽ ഒരൽപ്പനേരം നിങ്ങളുമായി സംവദിക്കുക എന്നതാണ് എന്നിൽ ഏൽപ്പിക്കപ്പെട്ട കർത്തവ്യം. സുദീർഘമായ ഒരു ഭാഷണത്തിലേക്ക് പോകാതെ എന്തുകൊണ്ട് നമുക്കും സ്വപ്നം കണ്ടുകൂടാ എന്നൊരു വിഷയത്തിൽ ഒതുങ്ങി നിന്ന് നിങ്ങളോടൊരൽപ്പം സംവദിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അള്ളാഹു നമുക്ക് കേൾക്കാനും പറയാനും ജീവിതത്തിൽ അനുസരിക്കാനും റബ്ബ് തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഈ സംഗമം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അവൻ പൊരുത്തപ്പെടുന്ന മജ്ലിസായി അള്ളാഹു നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കട്ടെ. നമുക്കൊക്കെ ആഖിബത്ത് നന്നായുള്ള മരണം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു തആല ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ ഭാഗ്യമുള്ളവരിൽ നമ്മയും നമ്മോട് ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ഹിജ്റാബ്ദം 500കളിലാണ് പരിശുദ്ധമായ ഇസ്ലാം വളരെ പവിത്രമായി കാണുന്ന
വളരെ ആദരവോടുകൂടെ നോക്കിക്കാണുന്ന വിശുദ്ധമായ മസ്ജിദുൽ അഖ്സയും മസ്ജിദുൽ അഖ്സ അടങ്ങുന്ന ബൈത്തുൽ മുഖദ്ദസും മുസ്ലിം ആധിപത്യത്തിൽ നിന്ന് നഷ്ടപ്പെടുകയും മസ്ജിദുൽ അഖ്സയുടെ ഉള്ളിൽ ആരാധന നടത്തിക്കൊണ്ടിരുന്ന ഇബാദത്ത് ചെയ്തുകൊണ്ടിരുന്ന പതിനായിരക്കണക്കിന് പണ്ഡിതന്മാരുടെ തലവെട്ടി ഘളച്ഛേദം നടത്തി മസ്ജിദുൽ അഖ്സയുടെ അകത്തളങ്ങളിലാകെ രക്തം തളം കെട്ടി നിൽക്കുകയും മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്ന പള്ളിയും ബൈത്തുൽ മുഖദ്ദസും മുസ്ലിം സമുദായത്തിന് ഏറ്റവും വലിയ സങ്കടകരമായ ഒരു അധ്യായമായി മാറിയിരുന്ന കാലഘട്ടമാണ് ഹിജറാബ്ദം 500-കൾ എന്ന് പറയുന്നത്. ആ ഒരു സമയത്ത് നടന്ന ഒരു സംഭവത്തിലൂടെയാണ് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടന്നു വരുന്നത്. തിക്രീത്ത് എന്ന് പറയുന്ന ഒരു ചെറിയ നഗരം, ആ നഗരത്തിൻ്റെ ഭരണാധികാരിയാണ് നജ്മുദ്ദീൻ അയ്യൂബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. തിക്രീത്ത് എന്ന് പറയുന്ന ഈ നഗരത്തിൻ്റെ ഭരണാധികാരിയായ നജ്മുദ്ദീൻ അയ്യൂബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ 30ാമത്തെ വയസ്സിലേക്ക് കടന്നു പോകുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനും ആ വീട്ടിലെ കാരണവരുമായിരുന്ന അസദുദ്ദീൻ ഷെർഖോവ് എന്ന് പറയുന്ന തൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠൻ കൊച്ചനുജനോട് ചോദിക്കുന്നത്, മോനെ, നിനക്കിങ്ങനെ പ്രായം കൂടിക്കൂടി വരികയാണ്, നീ എന്തേ വിവാഹത്തെക്കുറിച്ച് ആലോചിക്കാത്തത്? നിനക്ക് കല്യാണം കഴിക്കണ്ടേ? നിന്നെ വിവാഹം കഴിപ്പിക്കുക എന്നത് എൻ്റെ കൂടി ദൗത്യമായതുകൊണ്ട് നിനക്ക് 30 വയസ്സോളം ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുന്ന പ്രായമായിട്ടും നീ എന്താണ് വിവാഹത്തെക്കുറിച്ച് ആലോചിക്കാത്തത് എന്ന് പ്രിയപ്പെട്ട മൂത്ത ഇക്കാക്ക ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയാതെ, അല്ലെങ്കിൽ ആ ചോദ്യത്തിൻ്റെ മുമ്പിൽ നജ്മുദ്ദീൻ അയ്യൂബ് എന്ന ചെറുപ്പക്കാരൻ മറുപടി പറഞ്ഞത്, ഇക്കാക്ക, കല്യാണം കഴിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, എനിക്ക് യോജിച്ച ഇണയെ ലഭിക്കാത്തത് കൊണ്ടാണ്. ഞാൻ കല്യാണം അന്വേഷിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് യോജിച്ച ഇണയെ കിട്ടുന്നില്ല. ഉടൻ തന്നെ ജ്യേഷ്ഠൻ പറഞ്ഞു, നിനക്ക് ഏറ്റവും നല്ല, ലഭ്യമാകാവുന്നതിൽ ഏറ്റവും നല്ല ആലോചന ഞാൻ കൊണ്ടുവരാം. സൽജൂഖി ഭരണാധികാരിയായ മലിക് ഷായുടെ പുത്രി രാജകുമാരിയെ നിനക്ക് വേണ്ടി ഞാൻ വിവാഹം അന്വേഷിക്കട്ടെ. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, നജ്മുദ്ദീൻ അയ്യൂബ് എന്ന തിക്രീത്ത് എന്ന നഗരത്തിൻ്റെ ഭരണാധികാരി, അന്നത്തെ മുസ്ലിം ഭരണാധികാരി പറഞ്ഞു, അത് പണക്കൊഴുപ്പ് മാത്രമേ ഉള്ളൂ. അങ്ങനെ പണമുള്ള ഒരു കുടുംബത്തിൽ നിന്നൊരു പെണ്ണിനെ കല്യാണം കഴിക്കണമായിരുന്നെങ്കിൽ ഞാൻ എന്നേ കല്യാണം കഴിക്കുമായിരുന്നു. അപ്പോൾ പ്രിയപ്പെട്ട ജ്യേഷ്ഠൻ ചോദിക്കുകയാണ്, പിന്നെ നീ ഏത് പെണ്ണിനെയാണ് കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നത്? ഉടൻ തന്നെ ഈ ചെറുപ്പക്കാരൻ മറുപടി പറഞ്ഞു, ഇന്നി ഉരീദു അൻ അതസവ്വജ ഇംറഅതൻ സാലിഹ. ഇക്കാക്ക, ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഞാൻ കല്യാണം കഴിക്കുന്ന പെണ്ണ് സൽവൃത്തയായ ഒരു പെണ്ണായിരിക്കണം, സൽഗുണസമ്പന്നയായ ഒരു പെൺകുട്ടിയായിരിക്കണം. എൻ്റെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന പെൺകുട്ടിയായിരിക്കണം. 2, മാത്രവുമല്ല വതൻജിമുലി വലദ, ആ പെണ്ണിലൂടെ എനിക്കൊരു കുഞ്ഞുമോൻ ഭൂമിയിൽ ജനിച്ചു വീഴുകയും വേണം. യുസ്ബിഹു ഫാരിസൻ ഫീ സബീലില്ലാ, ആ കുഞ്ഞുമോൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു പോരാളിയായി മാറണം. വയഫ്തഹുല്ലാഹു അലാ യദൈഹി ബൈത്തുൽ മുഖദ്ദസ്, വിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസ് ആ കുഞ്ഞിൻ്റെ കൈകളിലൂടെ മോചിപ്പിക്കപ്പെടുകയും ചെയ്യണം എന്ന സ്വപ്നമാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് ബൈത്തുൽ മുഖദ്ദസിനെ മോചിപ്പിക്കാൻ കഴിയുന്ന ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിയുന്ന ഒരു പെണ്ണിനെയാണ് ഞാൻ കല്യാണം അന്വേഷിക്കുന്നത് എന്നീ നജ്മുദ്ദീൻ അയ്യൂബ് എന്ന ചെറുപ്പക്കാരനായ തിക്രീത്തിൻ്റെ ഭരണാധികാരി തൻ്റെ ഇക്കാക്കയോട് പറഞ്ഞപ്പോഴാണ് ആ ഇക്കാക്ക പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചത്, മിൻ ഐനദാക്ക്, അങ്ങനെ ഒരു പെണ്ണിനെ നിനക്ക് എവിടെ നിന്ന് കിട്ടാനാണ്?
എങ്ങനെ കിട്ടാനാണ് അങ്ങനെ ഒരു പെണ്ണ് നമ്മുടെ നാട്ടിൽ എവിടെ നിന്ന് കിട്ടാനാണെന്ന ചോദ്യത്തിന് അദ്ദേഹം ഇങ്ങനെ മറുപടി പറഞ്ഞു, നമ്മളോട് അള്ളാഹു പറഞ്ഞത് ആഗ്രഹിക്കാനാണ്, പ്രാർത്ഥിക്കാനാണ്. ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു, നൽകേണ്ടവൻ എൻ്റെ റബ്ബാണ്. എനിക്കുറപ്പുണ്ട് അള്ളാഹു എനിക്കങ്ങനെ ഒരു ഭാര്യയെ നൽകും. വർഷങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോവാൻ. ഈ തിക്രീത്തിന്റെ ഭരണാധികാരിയായ നജ്മുദ്ദീൻ അയ്യൂബ് തിക്രീത്തിലെ പ്രവിശാലമായ മസ്ജിദിന്റെ അകത്തളത്തിലിരുന്ന് ആരാധനാ നിമഗ്നനായിരിക്കുകയാണ്. ആ പള്ളിയിലെ മഹാനായ പണ്ഡിതൻ തൊട്ടപ്പുറത്തിരിക്കുന്നുണ്ട്. അപ്പോഴാണ് മറകൾക്കപ്പുറത്ത് നിന്നൊരു പെൺകുട്ടി ഇങ്ങനെ വിളിക്കുന്നത്, ഉസ്താദേ, ഞാൻ സിത്തുൽ മലിക് ഖാത്തൂൻ എന്ന പെൺകുട്ടിയാണ്. മറകൾക്കപ്പുറത്ത് നിന്നൊരു പെൺകുട്ടി ആ പള്ളിയിലെ പണ്ഡിതനെ വിളിക്കുകയാണ്, ഉസ്താദ്, ഞാൻ സിത്തുൽ മലിക് ഖാത്തൂൻ എന്ന് പറയുന്ന പെൺകുട്ടിയാണ്. അപ്പൊ ആ പണ്ഡിതൻ ചോദിക്കുകയാണ്, എന്തേ മോളെ വന്നത്? ഉസ്താദേ, നിങ്ങൾ കഴിഞ്ഞയാഴ്ച എൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചല്ലേ എന്നെ വിവാഹം അന്വേഷിക്കാൻ ഒരാളെ, എനിക്ക് അയാളെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഉസ്താദ് ചോദിക്കുന്നു, നിനക്ക് എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല? ആ പെൺകുട്ടി പറയാൻ, ഇന്നഹു ലദു മാലിൻ വദു ജമാൽ. നിങ്ങൾ അയച്ച ചെറുപ്പക്കാരൻ കാണാൻ നല്ല അഴകുള്ളയാളാണ്, കാണാൻ മുഞ്ചനാണ്, പിന്നെ ഇഷ്ടം പോലെ പൈസയുള്ള ആളുമാണ്. പക്ഷേ ഉസ്താദേ, ഞാൻ ആഗ്രഹിക്കുന്നത്, വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു പണച്ചാക്കല്ല. എന്നെ സ്വർണ്ണാഭരണമിട്ട് മൂടാനോ പണമിട്ട് മൂടാനോ ഉള്ള ഒരു ചെറുപ്പക്കാരനെ എന്നെ കല്യാണം കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ഉസ്താദ് ചോദിക്കാണ്, പിന്നെ നീ ആരെയാണ് കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നത്? ആ പെൺകുട്ടി പറയാണ്, ഇന്നി ഉരീദു അൻ അതസവ്വജ റജുലൻ സാലിഹൻ. ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരൻ സൽവൃത്തനായ ഒരു മനുഷ്യനാകണം, സൽസ്വഭാവിയായ സൽഗുണസമ്പന്നനായ ഒരു ചെറുപ്പക്കാരനാകണം. യഖുദു ബിയദീ ഇലൽ ജന്നാ. എൻ്റെ കൈ പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ആളാകണം. സൽഗുണ സമ്പന്നനായ ഒരു ചെറുപ്പക്കാരനാണ് എന്നെ കല്യാണം കഴിക്കേണ്ടത്. ഒന്ന്, യഖുദു ബിയദീ ഇലൽ ജന്ന, എന്നെ സ്വർഗത്തിലേക്ക് കൈപിടിക്കാൻ കഴിയുന്ന ഒരു ചെറുപ്പക്കാരനാകണം. വയൻജിബു ലീ വലദാ, ആ ചെറുപ്പക്കാരനിലൂടെ എനിക്കൊരു മകൻ ജനിക്കുകയും വേണം. യുസ്ബിഹു ഫാരിസൻ ഫീ സബീലില്ലാ, ആ പൊന്നുമോൻ ഒരു യോദ്ധാവായി മാറണം, ഒരു പോരാളിയായി മാറണം ആ പൊന്നുമോൻ. വയഫ്തഹുല്ലാഹ് അലാ യദൈഹി ബൈത്തുൽ മുഖദ്ദസ്, ആ പൊന്നുമോന്റെ കൈകളിലൂടെ മസ്ജിദുൽ അഖ്സയുടെ മുകളിൽ ഇസ്ലാമിന്റെ വൈജയന്തി പാറണം. ഇസ്ലാമിന് വേണ്ടി ബൈത്തുൽ മുഖദ്ദസ് കീഴടക്കാൻ കഴിയുന്ന, മസ്ജിദുൽ അഖ്സയുടെ മുകളിൽ ഇസ്ലാമിന്റെ പതാക നാട്ടാൻ കൽപ്പുള്ള ഒരു ചെറുപ്പക്കാരനെയാണ്, ഒരു പൊന്നുമോനെ എനിക്ക് സമ്മാനിക്കാൻ കഴിയുന്ന ഒരു ചെറുപ്പക്കാരനെയാണ്, ഒരു പുതുമണവാളനെയാണ് ഉസ്താദേ ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ ഒരാഗ്രഹം നജ്മുദ്ദീൻ അയ്യൂബ് എന്ന ചെറുപ്പക്കാരൻ ഇരുന്നിങ്ങനെ കേൾക്കുകയാണ്. എന്താണോ താൻ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് അപ്പുറത്തിരുന്നുകൊണ്ട് ഒരു പെൺകുട്ടി ആഗ്രഹിക്കുന്നത്. ഉടൻ തന്നെ ഈ പണ്ഡിതന്റെ അടുക്കലേക്ക് കയറി വന്നുകൊണ്ട് പറഞ്ഞു, ഉരീദു അൻ അതസവ്വജഹാ, ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കാനാണ്, ആ പെണ്ണിനെ എൻ്റെ ജീവിതത്തിലേക്ക് ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്താണോ ഞാൻ ആഗ്രഹിക്കുന്നത് അത് തന്നെ എന്നെ പോലെ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. സാറേ, ആ മറക്കപ്പുറത്തിരിക്കുന്നത് പണ്ഡിതരെ, ആ പെൺകുട്ടിയെ എനിക്ക് വേണ്ടി നിങ്ങൾ കല്യാണം അന്വേഷിക്കുമോ? ഉടൻ തന്നെ ആ പണ്ഡിതൻ പറഞ്ഞു, ഇന്നഹാ മിനൽ ഫുഖറാ, നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെയല്ല. നിങ്ങൾ തിക്രീത്തിന്റെ ഭരണാധികാരിയാണ്, നിങ്ങൾ ഇസ്ലാമിന്റെ അമീറാണ്. ആ പെൺകുട്ടി ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചവളാണ്, അവൾ ഒരിക്കലും നിങ്ങൾക്ക് യോജിക്കുകയില്ല. ഉടൻ തന്നെ ഈ പണ്ഡിതൻ പറഞ്ഞു, അങ്ങനെയല്ല, ഞാൻ ആ പെൺകുട്ടിയെ തന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നി ഉരീദു അൻ അതസവ്വജഹാ, എനിക്ക് കല്യാണം കഴിക്കേണ്ടത് ആ പെൺകുട്ടിയാണ്. പണം ഞാനിവിടെ പ്രശ്നമാക്കുന്നില്ല. അവളേത് താഴ്ന്ന കുടുംബത്തിലുള്ളവളാവട്ടെ, ഞാൻ അവളെ കല്യാണം കഴിച്ചോളാം. അവള് സ്വപ്നം കാണുന്നതും ബൈത്തുൽ മുഖദ്ദസിന്റെ വിമോചകനെയാണ്, ഞാൻ സ്വപ്നം കാണുന്നതും
ബൈത്തുൽ മുഖദ്ദസിൽ ഇസ്ലാമിന്റെ വൈജയന്തി പാറിപ്പിക്കുന്ന ഒരാളെയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ സ്വപ്നം ഒന്നിച്ച് ഞങ്ങൾ ഒരു സ്വപ്നത്തിലേക്ക് യാത്ര ചെയ്യുകയാണ്. ഉരീദു അൻ അതസവ്വജഹാ, ആ പെൺകുട്ടി മതി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ. അങ്ങനെയാണ് നജ്മുദ്ദീൻ അയ്യൂബ് എന്ന ഭരണാധികാരി സിത്തുൽ മലിക് ഖാത്തൂൻ എന്ന പാവപ്പെട്ട ദരിദ്ര കുടുംബത്തിലെ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് തന്റെ ജീവിതത്തിലേക്ക് എടുക്കുന്നത്. ആ ദാമ്പത്യ ജീവിതത്തിലാണ് ഒരാൺകുഞ്ഞ് പറക്കുന്നത്. ആ കുഞ്ഞിനാണ് അവർ സ്വലാഹുദ്ദീൻ എന്ന് പേരിട്ടത്. ആ കുഞ്ഞാണ് 25-ാമത്തെ വയസ്സിൽ ഇസ്ലാമിന്റെ ഗാസിയായി പോരാളിയായി മാറിയത്. ആ കുഞ്ഞു മോനാണ് സുൽത്താൻ സ്വലാഹുദ്ദീൻ അയ്യൂബിയായി മാറിയത്. പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഖുദ്സിന്റെ വിമോചകനായി ലോക ചരിത്രത്തിൽ അവതരിക്കുന്നത്. എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അതാണ് അല്ലാഹു തആല നമ്മുടെ ജീവിതത്തിൽ പ്രദാനം ചെയ്യുക. വിവാഹം കഴിക്കുന്നതിന്റെ മുമ്പ് മഹാനായ മഹദിയായി സിത്തുൽ മലിക് ഖാത്തൂൻ എന്ന പെൺകുട്ടി അവരാഗ്രഹിക്കുന്നത് തൻ്റെ ജീവിതത്തിൽ വിശുദ്ധമായ ഇസ്ലാമിൻ്റെ ബൈത്തുൽ മുഖദ്ദസിന്റെ വിമോചകനായി പിറക്കാൻ പോകുന്ന ഒരു കുഞ്ഞുമോനെയാണ്. അതേ ആഗ്രഹമാണ് ബഹുമാനപ്പെട്ട സുൽത്താൻ സ്വലാഹുദ്ദീൻ അയ്യൂബിയുടെ പിതാവ് നജ്മുദ്ദീൻ അയ്യൂബ് എന്ന ഭരണാധികാരിയും ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹം സഫലീകരിക്കുന്നിടത്താണ് കുഞ്ഞുമോൻ പിറക്കുന്നത്. നമ്മൾ എന്താണ് സ്വപ്നം കാണാറുള്ളത്? നമ്മളൊക്കെ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നവരാണ്. എന്താ നമ്മുടെ ജീവിതത്തിൽ സ്വപ്നം കാണാറുള്ളത്? നോക്കൂ നിങ്ങൾ, മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇഹ്യാ ഉലൂമുദ്ദീന്റെ ഒരു ഭാഗത്ത് കൊണ്ടുവരികയാണ് ആദാബുൻ നിക്കാഹ്. ആദാബുൻ നിക്കാഹ്, വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പുതുമണവാട്ടിയും പുതുമണവാളന്മാരും ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണത്. എന്തിനാണ് നമ്മൾ കല്യാണം കഴിക്കുന്നത് എന്ന ഒരു നീയത്ത് ശരിയായാൽ അല്ലാഹു തആല അത് കാരണമായി നമുക്ക് നൽകുന്ന വലിയ അനുഗ്രഹത്തിന്റെ ഭാഗമാണ്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ആ ഭാഗത്ത് പറയുന്നത്, ഒരാൾ കല്യാണം കഴിക്കാൻ പോകുമ്പോൾ എനിക്ക് നല്ല സൗന്ദര്യമുള്ള ഒരു പെണ്ണിനെ കല്യാണം കഴിക്കണം എന്നല്ല. അല്ലാഹുവേ, ഞാൻ കണ്ടതിൽ മനോഹരിയായ ഒരു പെൺകുട്ടിയെ കണ്ടു, അതുകൊണ്ട് കല്യാണം കഴിക്കട്ടെ എന്നല്ല. ഞാൻ കല്യാണം കഴിക്കുന്നത് റബ്ബേ, എൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ നല്ല മക്കൾ ജനിക്കുമല്ലോ അല്ലാ, സ്വാലിഹീങ്ങളായ മക്കൾ അല്ലാ, നിനക്ക് ഇബാദത്ത് ചെയ്യുന്ന, നിനക്ക് സുജൂദ് ചെയ്യുന്ന, നിനക്ക് വേണ്ടി ആരാധന നടത്തുന്ന മഹത്തുക്കളായ നല്ല മക്കൾ ഭൂമിയിലുണ്ടാകുമല്ലോ എന്നൊരാൾ നീയത്തു ചെയ്താൽ കല്യാണം കഴിക്കുന്നതിൻ്റെ തലേന്ന് അല്ലെങ്കിൽ കല്യാണം കഴിക്കുമ്പോൾ അല്ലാ, എനിക്ക് എൻ്റെ പരമ്പരയിൽ നല്ല മക്കളുണ്ടാവുമല്ലോ അല്ലാ, അവര് നിനക്ക് നിസ്കരിക്കുമല്ലോ അല്ലാ, നോമ്പെടുക്കുമല്ലോ അല്ലാ, അവരുടെ പരമ്പരയിൽ പിന്നെയും അങ്ങനെയുള്ള മക്കളുണ്ടാകുമല്ലോ അല്ലാ എന്നൊരാൾ നീയത്തു ചെയ്താൽ ആ പരമ്പര എത്ര തന്നെ കടന്നു പോയാലും ആ പരമ്പരയിൽ ജനിക്കുന്ന മക്കൾ ഒരുപക്ഷെ 6 നൂറ്റാണ്ട് 7 നൂറ്റാണ്ട് കടന്നുപോയി. ആ 7-ാം നൂറ്റാണ്ടിനപ്പുറത്തുള്ള ഒരു പേരക്കുട്ടിയാണ് നിസ്കരിക്കാൻ വേണ്ടി ഒരു പള്ളിയിൽ കയറി ചെന്ന് വിശുദ്ധമായ ഖുർആൻ അങ്ങ് തുറന്ന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലിഫ് ലാം മീം എന്ന് വിശുദ്ധമായ ഖുർആൻ ഓതാൻ തുടങ്ങിയാൽ അല്ലാഹുവിന്റെ ഒരു മലക്ക് നമ്മുടെ ഖബറിലേക്ക് വരികയാണ്. 700 കൊല്ലം മുമ്പ് അല്ലാ, ഞാൻ വിവാഹം കഴിച്ചാൽ എൻ്റെ ആ വൈവാഹിക ജീവിതത്തിൽ സ്വാലിഹീങ്ങളായ മക്കൾ ജനിക്കുമല്ലോ എന്ന് നീയത്ത് ചെയ്ത പിതാവിൻ്റെ മാതാവിൻ്റെ ഖബറിലേക്ക് മലക്കിറങ്ങി വരികയാണ്. എന്നിട്ട് എന്താണ് ആ മലക്ക് പറയുന്നത്? അല്ലാഹു തആല എന്നെ പറഞ്ഞയച്ചതാണ്, നിങ്ങളുടെ തലമുറയിലെ 6 നൂറ്റാണ്ടപ്പുറത്തുള്ള ഒരു പേരക്കിടാവ് ഒരു പള്ളിയിൽ കയറി ദുആ ചെയ്തിട്ടുണ്ടേ, ഖുർആൻ ഓതുന്നുണ്ടേ, അതിന്റെ മിസ്ലി സവാബ് നിങ്ങളുടെ ഖബറിൽ എത്തിച്ചു തരാനാണ്.
അതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് തരാനാണ്. ഉപ്പ നമ്മളാ മകനെ കണ്ടിട്ടില്ല, നമ്മുടെ മകൻ, ആ മകന്റെ മകൻ, അവന്റെ മകന്റെ മകൻ, അങ്ങനെ 3 4 തലമുറ കഴിഞ്ഞുപോയി. ആ തലമുറയിൽ അള്ളാഹുവിനെ ആരാധിക്കുകയും അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുകയും ചെയ്യുന്ന ഒരു മകൻ, അങ്ങനെ ഒരു മകൻ ജനിച്ചാൽ ആ മകൻ നിസ്കരിക്കുന്ന നേരത്ത് മലക്ക് നമ്മുടെ ഖബറിലേക്ക് ഇറങ്ങി വന്ന് പറയാണ്, അള്ളാഹു നിങ്ങളുടെ ഖബറിൽ ബറക്കത്ത് ചെയ്യട്ടെ. എന്തുകൊണ്ട്? നിങ്ങളുടെ പരമ്പരയിലെ, നിങ്ങളുടെ തലമുറയിലെ, നിങ്ങളുടെ മക്കളുടെ മക്കളുടെ മക്കളിൽ ഒരാൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നു, അതിന്റെ സവാബ് നിങ്ങളുടെ ഖബറിൽ എത്തിച്ചു തരാനാണ്. ഇത് പരിശുദ്ധമായ സൂറത്തു യാസീൻ നമ്മളോട് പറഞ്ഞു തരുന്ന വലിയൊരു ആശയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമൂ വആസാറഹും وكل شيء أحصيناه في إمام مبين. എന്താ ഖുർആനാ പറഞ്ഞ യാഥാർത്ഥ്യം ഒന്ന് നോക്കൂ നിങ്ങൾ. എന്താണ് പറഞ്ഞ ആശയം? ഇന്നാ നഹ്നു നുഹ്യിൽ മൗത, മരണപ്പെട്ടവരെ മുഴുവൻ നാം ജീവിപ്പിക്കും. വനക്തുബു മാ ഖദ്ദമൂ, അവർ ജീവിതത്തിൽ ചെയ്ത സൽക്കർമ്മങ്ങളൊക്കെ നമ്മൾ അവർക്ക് എഴുതി കൊടുക്കും. നമ്മൾ ചെയ്ത നിസ്കാരം, നമ്മൾ നോറ്റ നോമ്പ്, നമ്മൾ ചെയ്ത ഇബാദത്ത്, അതെല്ലാം നമ്മൾ അനുഭവിക്കും. തീർന്നില്ല. വആസാറഹും, അവരുടെ അനന്തരാവകാശികൾ ചെയ്ത ഇബാദത്തും നാം അവർക്ക് എഴുതി കൊടുക്കും. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥമല്ല? നമ്മളിൽ ഒരാൾ അല്ലാഹു എന്റെ പരമ്പര നന്നാകുമല്ലോ അല്ലാ, എന്റെ മോൻ നിനക്ക് 5 വക്ത് നിസ്കരിക്കുമല്ലോ അല്ലാ, എന്റെ വിവാഹത്തിലൂടെ ഭൂമിയിൽ ഉണ്ടാകുന്ന എന്റെ പേരമക്കൾ നിന്റെ ഖുർആൻ ഓതുമല്ലോ അല്ലാ എന്ന് നീയത്തു ചെയ്താൽ, നമ്മളെ മരിച്ച് 6 അടി മണ്ണിലെത്തിയാലും നമ്മളുടെ അമല് മുറിയുന്നില്ല, നമ്മൾ ചെയ്യുന്ന ഇബാദത്ത് അവസാനിക്കുന്നില്ല. അതിങ്ങനെ അനവരതം നമ്മുടെ ഖബറിലേക്ക് അണമുറിയാതെ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ തലമുറ ഓതുന്ന ഖുർആൻ അത് നമ്മുടെ ഖബറിൽ നമ്മൾ അനുഭവിക്കുകയാണ്. നമ്മുടെ പേരക്കുട്ടികൾ ഓതുന്ന ഖുർആൻ നമ്മൾ അനുഭവിക്കുകയാണ്. എന്താണ് കാരണം? നിങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ, നിങ്ങൾ ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്നപ്പോൾ, നിങ്ങൾ ദാമ്പത്യ ജീവിതം സ്വപ്നം കണ്ടപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണ്? എന്റെ തലമുറയിൽ നല്ല മക്കൾ ഉണ്ടാകണം എന്നല്ലേ? ആ മക്കൾ ചെയ്യുന്ന കൂലിയാണ് അള്ളാഹു നിങ്ങൾക്ക് നൽകുന്നത് എന്ന് മലക്കുകൾ നമ്മുടെ ഖബറിൽ വന്ന് പറയും എന്ന് വിശുദ്ധ ഖുർആൻ. നോക്കണേ, നിങ്ങൾ ആഗ്രഹിക്കേണ്ടത് നമ്മുടെ പണിയാണ്. സ്വപ്നം കാണേണ്ടത് നമ്മളാണ്, ആഗ്രഹിക്കേണ്ടവർ നമ്മളാണ്. അങ്ങനെ ആഗ്രഹിച്ച ഒരു മാതാവിനെയാണ് വിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറഞ്ഞത്. സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞാൽ വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിലെ 1-ാമത്തെ അധ്യായം സൂറത്തുൽ ഫാത്തിഹയാണ്. പിന്നെ പരിശുദ്ധമായ സൂറത്തുൽ ബഖറയാണ്. 3-ാമത്തെ അധ്യായം സൂറത്തു ആലു ഇമ്രാൻ. ആലു ഇമ്രാൻ എന്ന അധ്യായമാണ്. ആലു ഇമ്രാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ആലു ഇമ്രാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് ഇമ്രാൻസ് ഫാമിലി, ഇമ്രാന്റെ കുടുംബം. വിശുദ്ധമായ ഖുർആനിലെ 3-ാമത്തെ അധ്യായത്തിന്റെ പേര്, 3-ാമത്തെ സൂറത്തിന്റെ പേര് ഇമ്രാന്റെ കുടുംബം എന്നാണ്. ഇമ്രാന്റെ കുടുംബം എന്ന ഹെഡിങ് ഇട്ട സൂറത്തിൽ എത്ര ആയത്തുണ്ട്? 200 ആയത്തുകളുണ്ട്. ഈ 200 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇമ്രാന്റെ കുടുംബം എന്ന തലക്കെട്ടിട്ട സൂറത്തിൽ ഇമ്രാൻ എന്നവരെ കുറിച്ച് പറഞ്ഞിട്ടേയില്ല. അതൊരു വല്ലാത്ത അത്ഭുതല്ലേ? ഇമ്രാന്റെ കുടുംബം എന്ന തലക്കെട്ടിട്ട ഒരു സൂറത്തിന്റെ ഉള്ളിൽ ഇമ്രാൻ എന്ന മനുഷ്യനെ കുറിച്ച് അള്ളാഹു പറഞ്ഞതേയില്ല. മുഅ്മിനീങ്ങളെ, ബിസ്മില്ലാ, ബക്കറ്റ് വരുന്നുണ്ട്, നല്ല ഒരു സദഖ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിങ്ങൾ ആ ബക്കറ്റിൽ നിക്ഷേപിക്കുക. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ, അള്ളാഹു നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോ ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ഇമ്രാന്റെ കുടുംബത്തെ കുറിച്ച് കടന്നു വന്ന ആയത്താണ് സൂറത്തു ആലു ഇമ്രാൻ.
ആ ഇമ്രാന്റെ അധ്യായത്തിൽ ഇമ്രാൻ എന്നവരെ കുറിച്ച് അല്ലാഹു പറഞ്ഞില്ല. പിന്നെ പറഞ്ഞത് മുഴുവൻ ആരെ കുറിച്ചാണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إذ قالت امرأة عمران رب إني نذرت لك ما في بطني محررا. ഇമ്രാൻ എന്നവരുടെ ഭാര്യ അല്ലാഹുവിനോട് പറഞ്ഞ സന്ദർഭം വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. ഇദ് ഖാലത് ഇംറഅതു ഇമ്രാൻ, ഇമ്രാൻ എന്നവരുടെ ഭാര്യ പറഞ്ഞപ്പോൾ, പറഞ്ഞത് മുഴുവൻ ഇമ്രാൻ എന്നവരുടെ ഭാര്യയെ കുറിച്ചാണ്. അവരാണ് സ്വപ്നം കണ്ടത്, അവരാണ് നല്ല കുടുംബത്തെ സ്വപ്നം കണ്ടത്. ഇമ്രാൻ എന്നവരുടെ ഭാര്യയുടെ പേര് ഹന്ന ബീവി എന്നാണ്. ഈ ഹന്ന ബീവിയുടെ സ്വപ്നമാണ് പിന്നെ ഖുർആൻ പറയുന്നത്. റബ്ബി ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററാ. പടച്ചവനെ, എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ്, ആ പെണ്ണ് ഗർഭിണിയാണ് എന്ന് തിരിച്ചറിഞ്ഞ സന്ദർഭത്തിലാണ് അല്ലാ, എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഞാൻ നിനക്ക് വേണ്ടി നേർച്ചയാക്കുകയാണ്. ബൈത്തുൽ മുഖദ്ദസിന്റെ നായകനാക്കി മാറ്റാം, ബൈത്തുൽ മുഖദ്ദസിലെ ഇമാമാക്കി മാറ്റാം, വിശുദ്ധമായ മസ്ജിദുൽ അഖ്സായുടെ ഇമാമാക്കി ഞാൻ എന്റെ പൊന്നുമോനെ മാറ്റുമല്ലാ. ഇതാണ് ആ ഉമ്മ നേർച്ചയാക്കിയത്. കുഞ്ഞ് വയറ്റിൽ വളരുന്നുണ്ട് എന്നറിഞ്ഞപ്പോഴേക്ക് ആ വളരുന്ന കുഞ്ഞിനെ കുറിച്ച് സ്വപ്നം കാണാൻ പഠിച്ച മാതാവാണ് മഹദിയായ ഹന്ന ബീവി റളിയല്ലാഹു അൻഹ. ആ സംഭവമാണ് പരിശുദ്ധമായ വളരെ പവിത്രമായ ഖുർആനിലൂടെ അല്ലാഹ് പറഞ്ഞിരുന്നു. പിന്നെന്താ സംഭവിക്കുന്നത്? പ്രസവിച്ചു നോക്കുമ്പോ പെൺകുഞ്ഞിനെയാണ് പ്രസവിച്ചത്. ആൺകുഞ്ഞിനെ മാത്രമാണ് ബൈത്തുൽ മുഖദ്ദസിൽ ഇമാമാക്കി നിർത്താൻ പറ്റുള്ളൂ, പെണ്ണിനെ പറ്റൂലല്ലോ. അധികാര ഭാഗങ്ങളും പരിശുദ്ധമായ ദീനിന്റെ നേതൃപദവികളൊക്കെ ആണുങ്ങൾക്ക് നൽകിയിട്ട് സഹോദരിമാരെ കുറിച്ച് പരിശുദ്ധമായ ദീൻ പറഞ്ഞൊരു വാക്കെന്താ? നാഖിസാത്തു അഖ്ലിൻ വദീൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ നേതൃസ്ഥാനം നൽകിയിട്ട് സഹോദരിമാരെ ആദരിക്കുന്നതിന് പകരം കുടുംബത്തിലെ നേതൃസ്ഥാനമാണ് അവർക്ക് നൽകിയത്. അത് അവരുടെ സൈക്കോളജി കൂടി മനസ്സിലാക്കിയിട്ടുള്ള ഇസ്ലാമിന്റെ ഒരു സമീപനമാണ്. ചില ചോദിക്കും, സ്ത്രീകളെ അധികാരിയാക്കാത്തത് എന്താണ്, ഖാദിയാക്കാത്തത് എന്താണ്, ഇമാമാക്കാത്തത് എന്താണ്? അതിനാണ് പരിശുദ്ധമായ ദീൻ പറഞ്ഞത് നാഖിസാത്തു അഖ്ലിൻ വദീൻ എന്നാണ്. അവർ ഇന്റലിജൻസ് പാർട്ട് കുറയുകയും എമോഷണൽ പാർട്ട് കൂടുകയും ചെയ്ത ആളാണ്. നാഖിസാത്തു അഖ്ലി എന്ന് പറഞ്ഞാൽ ഇന്റലിജൻസ് കുറവാണെന്നാണ്, ബുദ്ധി കുറവാണ്. പക്ഷേ ബുദ്ധി കുറവ് എന്ന് പറഞ്ഞാൽ ബുദ്ധിയില്ലാത്ത ജീവികളാണ് എന്നല്ല, അതിൻ്റെ ഒരു പോസിറ്റീവ് പാർട്ട് ഇപ്പുറത്തുണ്ട്. ബുദ്ധി കുറഞ്ഞാൽ പിന്നെ വൈകാരികത കൂടും, വൈകാരികത കുറയുമ്പോഴാണ് ബുദ്ധി കൂടുക. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ആണുങ്ങളെ പോലെ ബുദ്ധി നിയന്ത്രിക്കുന്ന ആളുകളാണ് സ്ത്രീകൾ എങ്കിൽ രാത്രി 2 മണിക്ക് നമ്മുടെ വീട്ടിൽ നമ്മുടെ കുഞ്ഞിങ്ങനെ കരയാണ്. രാത്രി നമ്മളൊരു 10 മണിക്ക് കിടന്നുറങ്ങി, 2 മണി ഉറക്കങ്ങനെ കണ്ണിൽ പിടിച്ച് നല്ല റാഹത്തായി ഇങ്ങനെ വരുമ്പോ കുട്ടി എണീറ്റ് കരയാൻ തുടങ്ങി. നമ്മൾ ആണുങ്ങൾ എണീക്കോ? ഇല്ല. പിന്നെ ആരാ പെട്ടെന്ന് എണീക്കുക? സഹോദരിമാരെ എണീക്കുക. നമ്മളെപ്പോലെ ബുദ്ധി മാത്രമാണ് അവരിൽ ഉണ്ടായിരുന്നത് വർക്ക് ചെയ്യുന്നത് എങ്കിൽ, ബുദ്ധിയാണ് പ്രധാനമായും വർക്ക് ചെയ്യുന്നതെങ്കിൽ അവരിങ്ങനെ കട്ടിലിൽ കിടന്ന് കണക്കൂട്ടും. ഞാനിപ്പോ എണീറ്റ് ഈ കുട്ടിയെ തൊട്ടിലാട്ടിയിട്ട് എന്ത് കാര്യം കിട്ടാനാ? ഒരു കാര്യമില്ല, ഓനങ്ങ് കരഞ്ഞോട്ടെ എന്ന് വിചാരിച്ചാൽ പിന്നെ ആരും എണീക്കൂല. എന്നാൽ അവരിലുള്ള വൈകാരികതയാണ് ഫീൽ ചെയ്യുക. സ്നേഹം, അലിവ്, കരുണ, ദയ, ഇഷ്ടം, കടപ്പാട്, ഇതൊക്കെയാണ് അവരുടെ കൽബിലുള്ളത്. അതുകൊണ്ട് എണീക്കും, ആ കുഞ്ഞിനെ ആട്ടി കൊടുക്കും. എന്ത് പ്രയാസാണെങ്കിലും ഗർഭം ചുമക്കും. അല്ലാഹു തആല ഗർഭം ചുമക്കാനുള്ള ഉത്തരവാദിത്വം ആണുങ്ങൾക്കാണ് തന്നത് വെച്ചെങ്കിൽ ഗർഭം ചുമക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. കാരണം നമ്മുടെ ഇന്റലിജൻസ് പാർട്ടാണ് കൂടുതൽ. നമ്മളിങ്ങനെ കണക്കൂട്ടും, അല്ലെങ്കിൽ ഇപ്പോൾ ഞാനാണ് ഗർഭം ചുമന്നു, എനിക്കെന്താ അതുകൊണ്ടുള്ള ബെനിഫിറ്റ്? ഞാൻ മുല കൊടുത്തു, അതുകൊണ്ടുള്ള നേട്ടം എന്താ? ഞാനിങ്ങനെ കുഞ്ഞിനിങ്ങനെ തിന്നാൻ കൊടുത്ത് ആട്ടി നോക്കി വളർത്തിയിട്ട് എന്താണ് ബെനിഫിറ്റ്? ഇങ്ങനെയൊക്കെ പാടെ കണക്കൂട്ടിയാൽ കുഞ്ഞുങ്ങളെ നോക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് ആ ഒരു പാർട്ട് അല്ലാഹു സഹോദരിമാരിൽ കൊടുത്തു. അതേസമയം ഈ ദയയും കരുണയും അലിവും സ്നേഹമുള്ള ആളെ ഖാദിയാക്കിയ എന്തായിരിക്കും അവസ്ഥ? ഒരു സ്ത്രീ ഖാദിയാണെന്ന് വിചാരിക്കുക, ഒരു പ്രതിനെ കൊലക്കുറ്റത്തിന് വേണ്ടിയിട്ട് ഹാജരാക്കപ്പെട്ടു.
അവന് തൂക്കുകയറ് വിധിച്ചു എന്ന് വിചാരിക്കുക. ആ തൂക്കുകയറ് വിധിക്കപ്പെട്ട പ്രതി വന്നിട്ട് സ്ത്രീയായ ഖാദിയുടെ മുമ്പിൽ കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞാൽ എന്നെ രക്ഷപ്പെടുത്തണം, എന്തേലും കാട്ടിയിട്ട് ഞാൻ പാവാണ്. അപ്പൊ പറയും സാധുവാണല്ലേ, എന്നാ പോയിക്കോട്ടെ, തൽക്കാലം ആ തൂക്കുകയറൊന്ന് ഒഴിവാക്കി കൊടുക്കും. അതാണ് അവരുടെ കൽബ്. അതുകൊണ്ടാണ് ദീൻ അവരെ ഖലാ പോലത്തെ ഉത്തരവാദിത്വമായ ഒരു തീരുമാനമെടുത്താൽ ചേഞ്ച് ചെയ്യാൻ പാടില്ലാത്ത തീരുമാനങ്ങളൊന്നും അവരെ ഏൽപ്പിക്കാത്തത് അതുകൊണ്ടാണ്. അതേസമയമോ ഒരു കുടുംബം നിയന്ത്രിക്കാൻ ഏറ്റവും ഉത്തമയായവൾ സ്ത്രീയ. കുടുംബത്തിനകത്തിരുന്ന് സ്വപ്നം കാണണം. എന്താ സ്വപ്നം കാണേണ്ടത്? ഇമ്രാൻ എന്നവരുടെ ഭാര്യ സ്വപ്നം കണ്ടതുപോലെ, റബ്ബേ എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞില്ലേ അല്ലാ, ആ കുഞ്ഞിനെ ഞാൻ ബൈത്തുൽ മുഖദ്ദസിന്റെ നായകനാക്കാമല്ലാ, മസ്ജിദുൽ അഖ്സയുടെ ഇമാമാക്കാമല്ലാ എന്ന് സ്വപ്നം കണ്ട് പടച്ചവനോടങ്ങ് പ്രാർത്ഥനയോടുകൂടെ പറഞ്ഞപ്പോഴാണ് وضعتها قالت رب إني وضعتها أنثى. ആ പെൺകുട്ടി പറയാണ്, റബ്ബേ പ്രസവം കഴിഞ്ഞു നോക്കുമ്പോ പ്രസവിച്ചത് പെൺകുഞ്ഞിനെയാണ്. അല്ലാ, എന്റെ കുഞ്ഞിനെ ബൈത്തുൽ മുഖദ്ദസിൽ ഇമാമാക്കണം, നായകനാക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. സാധ്യമായില്ലല്ലോ അല്ലാ, കാരണം ജനിച്ചത് പെൺകുഞ്ഞാണ്. ഇനി ഞാൻ എന്ത് ചെയ്യുമല്ലാ? ആ പെൺകുട്ടി തന്റെ സങ്കടം പടച്ചവന്റെ മുമ്പിൽ തുറന്നു വെക്കാൻ അള്ളാന്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് പറയാണ്, പടച്ചോനെ എന്റെ കുട്ടി ബൈത്തുൽ മുഖദ്ദസിന്റെ നായകനാകണമെന്ന് ഞാൻ സ്വപ്നം കണ്ടതാണ്, പക്ഷേ സാധ്യമായില്ലല്ലോ എന്ന്. എന്നാലും പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. പടച്ചവനോട് പറഞ്ഞു, ഇന്നീ സമ്മൈതുഹാ മറിയം വ ഇന്നീ ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. അല്ലാഹുവേ, എൻ്റെ കുഞ്ഞുമോളെയും ആ കുഞ്ഞുമോളെ പരമ്പരയും പൈശാചികമായ പാവങ്ങളിൽ നിന്ന് ഞാൻ കാവൽ ചോദിക്കാൻ. ആ മാതാവിന്റെ സ്വപ്നം അവിടെ ഉപേക്ഷിക്കാൻ അവര് തയ്യാറായില്ല. ഉമ്മയുടെ കൽബിൽ ഒരു സ്വപ്നമുണ്ട്, അല്ലാ എന്റെ മക്കൾ, എന്റെ മകൻ, എന്നിലൂടെ ജനിക്കുന്ന കുഞ്ഞുമോൻ ബൈത്തുൽ മുഖദ്ദസിലെ ഇമാമായി മാറണം. ആ സ്വപ്നം അവരെ ഉപേക്ഷിച്ചില്ല. അള്ളാഹു അവരുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുകയാണ്. എങ്ങനെ? ഹന്ന ബീവിയുടെ മകളായി ജനിച്ചത് മറിയം ബീവിയാണ്. ആ മറിയം ബീവിയുടെ മകളായിട്ടാണ്, മകനായിട്ടാണ് മഹാനായ ഈസാ അലൈഹിസ്സലാം ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നത്. ആ ഈസാ നബി പിന്നെ ആരായി മാറുകയാണ്? ബൈത്തുൽ മുഖദ്ദസിന്റെ നായകനായി മാറുകയാണ്. എന്തുകൊണ്ട് ഈസാ നബി ബൈത്തുൽ മുഖദ്ദസിന്റെ നായകനായി? അതാ വല്യമ്മയുടെ സ്വപ്നമാണ്. തന്റെ വീട്ടിന്റെ ഉള്ളില് വയറ്റിൽ വളരുന്ന കുഞ്ഞിനെങ്ങനെ താങ്ങി പിടിച്ചുകൊണ്ട്, അല്ലാ ബൈത്തുൽ മുഖദ്ദസിന്റെ നായകനിതാ എന്റെ വയറ്റിൽ വളരുന്നു അല്ലാ എന്ന് പറഞ്ഞ മഹദിയായ ഹന്ന ബീവിക്ക് ജനിച്ചത് മറിയം ബീവി ആയിരുന്നുവെങ്കിലും, മറിയം പെണ്ണായിരുന്നുവെങ്കിലും, ആ വല്യമ്മയുടെ സ്വപ്നം പേരക്കുട്ടിയിലൂടെ അള്ളാഹു യാഥാർത്ഥ്യമാക്കി കൊടുക്കുകയാണ്. അതുകൊണ്ട് സ്വപ്നം കാണണം എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. ആഗ്രഹങ്ങൾ മുന്നോട്ട് വെക്കണം. എന്ത്? അല്ലാഹുവേ, നല്ല ഒരു തലമുറ എന്നിലൂടെ ഭൂമിയിൽ നിലനിൽക്കണമല്ലാ. എന്റെ പരമ്പര നിനക്ക് ഇബാദത്ത് ചെയ്യുന്നവരാകണമല്ലാ. നിനക്ക് ആരാധിക്കുന്ന, നിന്നെ അനുസരിക്കുന്ന, നിനക്ക് വേണ്ടി ഖുർആൻ ഓതുന്ന, 5 വക്ത് നിസ്കരിക്കുന്ന മക്കളാകണമല്ലാ എന്നാഗ്രഹിക്കണം നമ്മൾ നമ്മുടെ തലമുറയെ കുറിച്ച്. അങ്ങനെ ആഗ്രഹം കൊണ്ട് എന്താ നേട്ടം? അങ്ങനെ ആഗ്രഹിച്ചാൽ ആ ആഗ്രഹത്തെ അള്ളാഹു നമുക്ക് യാഥാർത്ഥ്യമാക്കി തരും എന്നതാണ്. ഏത് കാലത്താ നമ്മളിത് പറയുന്നത്? പൊന്നുമ്മയുടെ അടുത്തേക്ക് മകൻ വന്നിട്ട് ചോദിക്കാണുമ്മ, നമ്മുടെ വീട്ടിലെ മടവാളെന്തേ? ഉമ്മച്ചി, നമ്മുടെ വീട്ടിലെ മടവാളെന്തേ എന്ന ചോദ്യത്തിന് മാതാവ് ചോദിക്കാൻ, എന്തിനാ മോനെ നിനക്ക് മടവാൾ? മാതാവിനോട് പറയണം, ഉമ്മച്ചിയെ തേങ്ങയുടക്കാനാണ്. സ്നേഹത്തോടെ മാതാവ് വീട്ടിൽ നിന്ന് മടവാൾ എടുത്തിട്ട് മകന്റെ കൈ കൊടുക്കാണ്. ആ മടവാള കൊണ്ടാണ് ഉമ്മാന്റെ തലക്ക് വെട്ടിയത്, കഴുത്തിന് വെട്ടിയത്, മാറിടത്തിലേക്ക് ആഞ്ഞ് പ്രഹരിച്ചത്. അതും 20 തവണയാണ് വെട്ടി കൊലപ്പെടുത്തിയത്. ചോരവാർന്ന ആ മാതാവ് വീണ് പെടഞ്ഞ് മരിക്കുന്നത് ചിരിച്ചുകൊണ്ട് നോക്കി നിന്ന മകനെ പോലീസ് അറസ്റ്റ് ചെയ്യാണ്. കൊണ്ടുപോയിട്ട് 24 വയസ്സുകാരനോട് ചോദിക്കാൻ,
എന്തിനാടാ നീ നിന്റെ പാവപ്പെട്ട ഉമ്മയെ കൊന്നത്? പാവമല്ലേ അവർ? നിന്റെ പിതാവ് മരിച്ചതിന് ശേഷം നിന്നെ വളർത്തിയത് നിന്റെ ഉമ്മയാണ്. നിനക്ക് അമ്മിഞ്ഞ പാല് തന്ന് പാവം ഒരുപാട് കഷ്ടപ്പെട്ട് വ്യത്യസ്ത വീടുകളിൽ പോയി ജോലി ചെയ്ത് നിന്നെ വളർത്തിയ നിന്റെ മാതാവിനെ എന്തിനാടാ കൊന്നുകളഞ്ഞത്? ആ പ്രിയപ്പെട്ട മാതാവിന്റെ മൃതശരീരം എന്തിനാണ് കൊത്തി പരിക്കേൽപ്പിച്ചത്? അപ്പൊ അവൻ പറഞ്ഞൊരു മറുപടിയുണ്ട്, എന്തിനാണ് എൻ്റെ ഉമ്മ എന്നെ പ്രസവിച്ചത്? എൻ്റെ ഉമ്മാക്കുള്ള ശിക്ഷ നടപ്പിലാക്കിയതാണ് ഞാൻ. എൻ്റെ ഉമ്മ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാണ് ഞാൻ കൊടുത്തത്. ആ മാതാവിന്റെ മൃതശരീരം നോക്കിയിട്ട് പോലീസുകാര് ചോദിക്കാണ്, നിന്റെ മാതാവ് നിന്നോട് ചെയ്ത തെറ്റെന്താണ്? നിന്റെ ഉമ്മ നിന്നോട് ചെയ്ത അപരാധം എന്താണ്? എന്തിനാണ് എൻ്റെ ഉമ്മ എന്നെ ഭൂമിയിലേക്ക് പ്രസവിച്ചത്? എൻ്റെ ഉമ്മ എന്നെ പെറ്റതിനാണ് ഞാൻ ഉമ്മാനെ കൊന്നത്. ലഹരി കൊണ്ടുപോയി സമൂഹത്തെ എത്തിച്ച ഒരു വഴി ഇതാണ്. ഏതാണ് ഈ ഗർഭം? ഏതാണ് ഈ മാതാവ്? ഏതാണ് ഈ പ്രസവം എന്ന് പറയുന്നത്? ആ 3 കാര്യത്തിന്റെ പേരിലാണ് ഒരു സ്വഹാബി വന്ന് നബി തങ്ങളോട് ചോദിച്ചില്ലേ, യാ റസൂലല്ലാഹ് മൻ അഹഖുന്നാസ് ബിഹുസ്നി സ്വഹാബതി, ഞാൻ ഏറ്റവും നന്നായി പെരുമാറേണ്ടത് ആരോടാണ്? എന്റെ ഏറ്റവും നല്ല പെരുമാറ്റം ഞാൻ കാണിക്കേണ്ടത്, കടപ്പാട് കാണിക്കേണ്ടത് ആരോടാണ്? ഉമ്മുക്ക നിന്റെ മാതാവാൻ, പിന്നെയും നിന്റെ മാതാവാൻ, പിന്നെയും നിന്റെ മാതാവാണ് എന്ന് 3 തവണ ആവർത്തിക്കുകയാണ് നബിതങ്ങൾ. 4ാമതാണ് പിതാവിനെ പറഞ്ഞത്. അതിനെക്കുറിച്ചാണ് നമ്മുടെ ഉസ്താദുമാർ പണ്ഡിതന്മാർ പറഞ്ഞത്. എന്താണതിന്റെ കാരണം? ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ, പാലും കൊടുത്ത് വളർത്തലും അവരാണ്. ഈ 3 കാര്യം ബാപ്പയിൽ ഒഴിവാണ്. ഈ 3 കാര്യം കുഞ്ഞിനെ ഗർഭം ചുമന്ന് പാലൂട്ടി വളർത്തി വേദന സഹിച്ച് പ്രസവിച്ചത് പ്രിയപ്പെട്ട മാതാവാണ്. അതുകൊണ്ട് മാതാവിനോട് കടപ്പാട് കാണിക്കണേ എന്ന് പറഞ്ഞ പരിശുദ്ധമായ ദീനിന്റെ അതേ എന്തു കാരണം കൊണ്ടാണോ ഉമ്മാനെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞത്, അതേ കാരണമാണ് മുഅ്മിനീങ്ങളെ ഈ കുഞ്ഞുമോ പറഞ്ഞത്. എന്തിനാണ് ഞാൻ എൻ്റെ ഉമ്മാനെ കൊന്നത്? എന്നെ പ്രസവിച്ചതിന് വേണ്ടിയാണ്. എന്തിനാണ് എൻ്റെ ഉമ്മ ഈ ഭൂമിയിലേക്ക് എന്നെ പ്രസവിച്ചത്? അതൊരു മാപ്പർഹിക്കാത്ത പാതകമാണ്. അതിനാണ് ഞാൻ എൻ്റെ ഉമ്മയെ വെട്ടിനുറുക്കിയത്. 20 തവണ ആ തലയിൽ ഞാൻ വെട്ടിപ്പരിക്കേൽപ്പിച്ചത് എന്ന് പറയുന്ന കാലത്ത് നമ്മൾ സ്വപ്നം കാണാൻ പഠിക്കുകയാണ്. നമ്മുടെ മക്കളിലൂടെ എന്തല്ല, അല്ലാ എന്റെ പൊന്നുമോൻ എനിക്ക് പ്രായമാകുമ്പോ എന്നെ നോക്കാനുള്ളവനാണ്. അങ്ങനല്ല, അല്ലാ എന്റെ മകൻ 5 അക്ക ശമ്പളം വാങ്ങണം, എന്റെ മകൾ വലിയൊരു തറവാട്ടിലേക്ക് കെട്ടിച്ചു പോണം, ഇഷ്ടം പോലെ പണം എന്റെ മകന്റെ കൈകളിൽ കുമിഞ്ഞുകൂടിയിട്ട് വരണം. അതൊക്കെ ഭൗതികമായ താല്പര്യങ്ങളാണ്. ആ താല്പര്യങ്ങൾ അങ്ങ് മാറ്റിയിട്ട് എൻ്റെ കുട്ടി 5 വക്ത് നിസ്കരിക്കുന്നവനാകണം, എൻ്റെ കുഞ്ഞുമോൻ അള്ളാഹ്ക്ക് വേണ്ടി ഖുർആൻ ഓതുന്നവനാകണം, അവൻ അള്ളാഹിനെ അനുസരിച്ച് ജീവിക്കുന്നവനാകണം എന്നാഗ്രഹിക്കുന്നിടത്ത്, അതിനു വേണ്ടി ദുആ ചെയ്യുന്നിടത്ത് നല്ല തലമുറ ലോകത്ത് കടന്നു വരികയാണ്. അങ്ങനെ ആഗ്രഹിച്ച മാതാക്കൾ ലോകത്തുണ്ടായതിന്റെ ഫലമാണ് ലോകത്തൊരുപാട് മഹത്തുക്കൾ കടന്നു വന്നത്. നോക്കൂ നിങ്ങൾ, നമ്മൾ എപ്പോഴും ഇങ്ങനെ കേൾക്കുന്ന നാടാണ് ഗസ. വെടിനിർത്തലിന്റെ സ്വപ്നം, വെടിനിർത്തലിന്റെ കരാറ് ഇസ്രായേലും ഫലസ്തീനും തമ്മിൽ നടക്കുമ്പോ ഏറെ ചർച്ച ചെയ്യപ്പെട്ട പ്രദേശമാണ് ഗസ. കഴിഞ്ഞ 1 വർഷമായി നമ്മൾ ഗസയെ ഇങ്ങനെ വായിച്ചുകൊണ്ടേയിരിക്കാൻ. ഫലസ്തീനിലെ ഗസ, ആ ഗസയിലാണ്, ഫലസ്തീനിലെ ഗസയിലാണ് മുഹമ്മദ് ബിൻ ഇദ്രീസ് എന്ന കുഞ്ഞുമോൻ ജനിച്ചു വീഴുന്നത്. ഇദ്രീസ് എന്ന പിതാവിന്റെ മകനായി മുഹമ്മദ് എന്ന കുഞ്ഞുമോൻ ലോകത്തേക്ക് ജനിച്ചു വീണത് ഗസയിലാണ്. ആ ഗസയിൽ നിന്ന് 2 വയസ്സായപ്പോഴേക്ക് ആ കുഞ്ഞുമോന്റെ പിതാവ് മരണപ്പെട്ടു പോയി, ഉപ്പ മരിച്ചുപോയി. പ്രിയപ്പെട്ട മാതാവ് ആ കുഞ്ഞിനെ തോളിലെടുത്തുകൊണ്ട് 1500 കിലോമീറ്റർ സഞ്ചരിക്കുകയാണ്.
ഫലസ്തീനിലെ ഗസയിൽ നിന്ന് മക്കയിലേക്ക് യാത്ര ചെയ്യാണ്. കുഞ്ഞുമോനെ തോളിലെടുത്തുകൊണ്ട് യാത്ര ചെയ്യാണ്. എന്തിനെന്നറിയുമോ? ആ മാതാവിനൊരു സ്വപ്നമുണ്ട്. അല്ലാ, എൻ്റെ മകൻ ലോകത്തെ നിസ്തുല പണ്ഡിതന്മാരിൽ ഒരാളായി മാറണം. എൻ്റെ മകൻ പണ്ഡിതന്മാരിൽ ഒരാളായി മാറണം എന്ന് സ്വപ്നം കണ്ട ആ മാതാവ് കുഞ്ഞുമോനെയും തോളിലിട്ടിട്ട് 1500 കിലോമീറ്റർ സഞ്ചരിക്കാൻ എവിടെ നിന്ന്? വിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിലെ ഗസയിൽ നിന്ന് ആ മാതാവ് സഞ്ചരിക്കുന്നത് 1500 കിലോമീറ്റർ ഇപ്പുറം മക്കയിലേക്കാണ്. അവിടെ കൊണ്ടുവന്ന് ഒരു മക്തബിൽ കൊണ്ടുപോയി ആക്കാണ് മോനെ. ആ മോൻ അവിടെ പഠിച്ചു വളരാൻ 7 വയസ്സായപ്പോഴേക്ക് ആ കുഞ്ഞുമോൻ ഖുർആൻ മനപ്പാടമാക്കി. 7 വയസ്സായപ്പോഴേക്ക് വിശുദ്ധമായ ഖുർആൻ മനപ്പാടമാക്കി. 10 വയസ്സായപ്പോഴേക്ക് 30 മനപ്പാടമാക്കി. അന്ന് രചിക്കപ്പെട്ട ഏറ്റവും വലിയ ഹദീസിന്റെ ഗ്രന്ഥമാണ് മുവത്ത. 16-ാമത്തെ വയസ്സായപ്പോഴേക്ക് അസ്ബഹ ഖാദിയാ, ആ കുഞ്ഞുമോൻ മക്കയിലെ ഖാദിയായി മാറി. ആളുകൾ ആ കുട്ടിയുടെ അടുത്തേക്ക് വന്നു. മോനെ, എന്തൊരു വലിയ പാണ്ഡിത്യം, എന്തൊരു വലിയ ബുദ്ധി, എന്തൊരു വലിയ ജാഗ്രത, എന്തൊരു വലിയ കൂർമ്മ ബുദ്ധിയാണ് നിനക്ക്. എവിടെന്ന് എങ്ങനെയാണ് ഇത്രയും വലിയ ബുദ്ധി ഉണ്ടായത് എന്ന ചോദ്യത്തിന് ആ കുഞ്ഞുമോൻ പറഞ്ഞ മറുപടി ഇതാണ്: എൻ്റെ ബുദ്ധി എൻ്റെ പവറല്ല, എൻ്റെ ബുദ്ധി എൻ്റെ പ്രത്യേകതയല്ല. പിന്നെ എൻ്റെ ബുദ്ധിയുടെ കാരണം എന്താണ്? എൻ്റെ മാതാവിനോട് പറയാറുണ്ടായിരുന്നു, യാ മുഹമ്മദു, പൊന്നുമോനെ മുഹമ്മദേ, മാ റദഅതുക ഇല്ലാ അലാ വുദൂ, നീ ജനിച്ചതിന് ശേഷം വുദൂ എടുക്കാതെ ഉമ്മ നിനക്ക് മുല തന്നിട്ടില്ല. നീ വലിയ പണ്ഡിതനാകണം എന്ന് ചെറുപ്പത്തിലെ ഉമ്മ ആഗ്രഹിച്ചതാണ്. അതുകൊണ്ട് നീ ജനിച്ചത് മുതൽ നിനക്ക് ഞാൻ പാല് തന്നപ്പോ, മുല തന്നപ്പോ, പൊന്നുമോനെ വുദൂ എടുത്തിട്ടേ ഞാൻ പാല് തരാറുണ്ടായിരുന്നുള്ളൂ. ഒരു മാതാവ് മകനോട് പറയാൻ എന്തായിരിക്കും ആ കടപ്പാട്? പ്രസവിച്ചു കഴിഞ്ഞ് 2 വർഷത്തോളം ഉമ്മ ഓരോ തവണയും കുഞ്ഞ് കരയുമ്പോൾ അമ്മിഞ്ഞപ്പാല് കൊടുക്കാൻ വുദൂ എടുത്തു എന്ന് നമ്മൾ വായിക്കണമെങ്കിൽ ആ ഉമ്മ മകനോട് കാണിച്ച കടപ്പാടെന്താ? വെറുതെയാണോ ഉമ്മയുടെ കാലിന്റെ ചുവട്ടിൽ സ്വർഗാണെന്ന് മുത്തുനബി പറഞ്ഞത്? നമുക്കത് അഹങ്കരിക്കാനുള്ള ഹദീസല്ലേ? അൽ ജന്നത്തു തഹത അഖദാമിൽ ഉമ്മഹാത്ത്. ഉമ്മാർക്ക് ഒന്നിങ്ങനെ ഗെറ്റപ്പിലായി ഇരിക്കാനുള്ള ഒരു ഹദീസാണത്. എന്ത്? അൽ ജന്നത്തു തഹത അഖദാമിൽ ഉമ്മഹാത്ത്. ഉമ്മമാരെ കാലിന്റെ ചോട്ടിലാണ് സ്വർഗം എന്ന് പറയുമ്പോ ആ മക്കളെയൊക്കെ സ്വർഗന്റെ കാലിന്റെ ചോട്ടിലാണ് എന്ന് വിചാരിക്കാനുള്ള ഹദീസ് അല്ലത്. പിന്നെ ആ ഹദീസിന്റെ മീനിങ് എന്താണെന്നറിയോ? ഈ ഉമ്മ ചെയ്യേണ്ട ത്യാഗത്തിന്റെ പേരാണത്. ഉമ്മ നടത്തുന്ന ത്യാഗം. വലിയ തലമുറ, ഈ വലിയ വലിയ പണ്ഡിത വരേണ്യരെ ലോകത്തിന് സംഭാവന ചെയ്തത് ഇതുപോലുള്ള മാതാക്കളുടെ സാന്നിധ്യമാണ്. ഇങ്ങനെയുള്ള മാതാക്കളുടെ കഠിനാധ്വാനം. അതുകൊണ്ട് നമ്മൾ ഇന്ന് എല്ലാവരും വുദൂ എടുത്തിട്ട് മാത്രമേ കുട്ടിക്ക് മുല കൊടുക്കുള്ളൂ, അങ്ങനെ കുട്ടി നന്നാവണം, അത്രയൊന്നും ഞാൻ പറയുന്നില്ല. എന്നാലും മാതാവ് ചെയ്യേണ്ട ചില കടപ്പാടുണ്ട്. ഉമ്മ മൊബൈലിലാണ്, മക്കളും മൊബൈലിലാണ്. മോന് മൊബൈൽ അങ്ങനെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നു, ഉമ്മ മൊബൈലിലെ മറ്റൊരു ലോകത്ത് അങ്ങനെ തോണ്ടിക്കൊണ്ട്, എല്ലാവരും ആ ഒരു ലോകത്തെ ഒതുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഉമ്മ കാണിക്കേണ്ട കടപ്പാട് എന്താണ് മക്കളോട്? ഒരു മാതാവ് ചെയ്യേണ്ട ഉത്തരവാദിത്വം എന്താ മക്കളോട് എന്നതിനെ കുറിച്ച് ബോധവതിയാവണം. അല്ലേ? എല്ലാം അതിലേക്ക് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. സുബ്ഹാനല്ലാഹ്. ഒരു ഭാഗത്ത് ലഹരി ഉമ്മത്തിനെ വേട്ടയാടാൻ, മറുഭാഗത്ത് ലഹരിയുടെ ഒരു അഡിക്ഷൻ സെന്റർ ഉണ്ട്. ലഹരിയുടെ ഒരു അഡിക്ഷൻ ഉണ്ട്, മൊബൈലിന്റെ ഒരു അഡിക്ഷൻ ഉണ്ട്. രണ്ടും അഡിക്ഷനാണ്. നമ്മൾ മനസ്സിലാക്കിയത് ലഹരി ഭയങ്കര അപകടമാണ്, അതെല്ലാവർക്കും അറിയാം. കള്ളു കുടിക്കുന്നത് അപകടമാണ്, ലഹരി ഉപയോഗിക്കുന്നത് അപകടമാണ്. അതിന്റെ അപകടമാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. തൊട്ടപ്പുറത്ത് ഈ സാധനത്തിന്റെ ഉപയോഗവും ഒരു അപകടമാണ്. മൊബൈൽ ഫോണിന്റെ ഉപയോഗം അപകടമാണ്. ഏത് പരിധിയിൽ? ഒരു പരിധിക്കപ്പുറം ഇത് നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് എങ്കിൽ ഇത് കിട്ടാതായി. ഇപ്പൊ പുതിയൊരു സംവിധാനം വന്നിട്ടുണ്ട്, നമ്മുടെ പോലീസ് സ്റ്റേഷനിലൊക്കെ അന്വേഷിച്ചാൽ മനസ്സിലാവും. അതെന്താ? DDC എന്നതിന്റെ പേര്. DDC, ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്റർ. പുതിയൊരു സാധനം വന്നതാണ്. എന്താണ് സാധനം? ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്റർ എന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾ മൊബൈൽ ഉപയോഗിച്ചിട്ട് അവരുടെ അഡിക്ഷൻ കൂടി വന്നാൽ
അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിന് ചികിത്സ കൊടുക്കുന്ന ഇടാണ് ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്റർ. എന്താ നിങ്ങൾ നോക്കി, 90 വയസ്സായ ഒരാളെ കയ്യിൽ ഒരു ഗ്ലാസ് വെള്ളം വെച്ചു കൊടുത്താൽ കൈ ഇങ്ങനെ വറക്കും, വെള്ളം തുളുമ്പി പോവും. എന്നതുപോലെ 18 വയസ്സുകാരനായ കുട്ടിന്റെ കയ്യിൽ വെള്ളം കൊടുത്താൽ നിൽക്കാതെയായി, വെള്ളം തുളുമ്പി പോവാൻ. രാത്രി കിടന്നുറങ്ങുമ്പോൾ ഒരു കുട്ടിന്റെ കൈ ഇങ്ങനെയാണ്, നല്ല വെടിവെക്കുക കടകടകട വെച്ചിട്ട് മൊബൈലിൽ അങ്ങനെ ഇരുന്ന് ഇങ്ങനെ കൈ അങ്ങനെ ആയിപ്പോയി. ഓരോ ഗെയിമിൽ മറ്റൊരു ലോകത്ത് ചിലപ്പോൾ ഇങ്ങനെ കുട്ടികൾ തോണ്ടാണ്. ഈ കയ്യിന്റെ നാഡീവ്യൂഹത്തിന്റെ പ്രവർത്തനത്തിന് തന്നെ ഇത് ബാധിച്ചു. അങ്ങനെ ബാധിച്ച കുട്ടികൾക്ക് ചികിത്സ നൽകുന്ന ഇടാണ് DDC, ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്റർ. നമ്മുടെ പോലീസിന്റെ കണക്ക് പ്രകാരം അവിടേക്ക് 18 വയസ്സ് മുതൽ 23 വയസ്സ് വരെയുള്ള കൗമാരങ്ങൾ ഏറെക്കുറെ ഒഴുകി തുടങ്ങിയിട്ടുണ്ട് എന്നാണ്. സുബ്ഹാനല്ലാഹ്. എന്താണ് ഇതിന്റെ പരിഹാരം? എന്താ? എവിടെന്നാ ഇത് തിരുത്തി തുടങ്ങേണ്ടത്? ഇത് ചെയ്യരുതെന്ന് പറയാൻ ആർക്കാ അധികാരം? അധികാരം എന്ന് പറയാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ അടുത്ത് ദുആക്ക് വേണ്ടി ചെന്ന ഒരു സദസ്സിൽ, അടുത്തെന്ന് പറഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ദ്വാരക്കാൻ വേണ്ടിയിട്ട് ഒരു സദസ്സിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു എഴുത്ത് വരിക. എന്താ എഴുത്തിലുള്ളത്? 60 വയസ്സായ ഒരു ഭാര്യയുടെ പരാതിയാണ്. 67 വയസ്സായ പുതിയാപ്പളിനെ കുറിച്ച്. എന്താ പരാതി? സദയുടെ ഭർത്താവ് വല്ലാതെ മൊബൈൽ ഉപയോഗം അധികരിച്ചയാളാണ്. ആരെക്കുറിച്ചാണ് ഈ പറയുന്നത്? 67 വയസ്സായ തന്റെ പ്രിയതമനെ കുറിച്ച് 60 വയസ്സുകാരിയുടെ പരാതിയാണ്. എന്റെ വീട്ടിലെ ജോലിയെല്ലാം ചെയ്യുന്നത് ഞാനാണ്, എന്റെ വീട്ടിലെ ഉത്തരവാദിത്തങ്ങളൊക്കെ നിർവഹിക്കുന്നത് ഞാനാണ്. അള്ളാഹു എനിക്ക് ആരോഗ്യം തന്നിട്ടുണ്ട്, അടുക്കളയിലെ പണിയെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. 5 നേരം അടുക്കളയിൽ ഇറങ്ങുന്നവളാണു ഞാൻ, എന്റെ വീട്ടിലെ ജോലി ചെയ്യുന്നവളാണു ഞാൻ. എന്നാലും എന്റെ ഭർത്താവിന്റെ കയ്യിൽ നിന്ന്, വാവിൽ നിന്ന് ഒരു നല്ല വാക്ക് എനിക്ക് ലഭിക്കൂല. അതിലെനിക്ക് വല്ലാത്ത വിഷമുണ്ട്, അതിലെനിക്ക് വല്ലാത്ത സങ്കടമുണ്ട്. എന്തെങ്കിലും ഒന്ന് മിണ്ടാമെന്ന് കരുതിയിട്ട് എന്റെ ഭർത്താവിരിക്കുന്ന റൂമിലേക്ക് ഞാൻ ചെന്നാൽ അതെങ്ങനെ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കാൻ? എന്നെ കണ്ടാൽ ഉടനെ മൊബൈലിന്റെ സ്ക്രീൻ അങ്ങ് ഓഫാക്കും. അത് എനിക്ക് പേടിയാണ്. എന്താണ് എന്റെ ഭർത്താവ് കാണുന്നത് എന്ന് എനിക്കറിയില്ല. എന്നെ കണ്ട പെട്ടെന്ന് മൊബൈലിന്റെ സ്ക്രീൻ ഓഫാക്കുകയാണ്. പിന്നെ ഞാൻ വല്ലതും മിണ്ടട്ടെ എന്ന് കരുതി അടുത്ത് ചെന്നിരുന്നാലോ ഉടനെ എണീറ്റ് സിറ്റ് ഔട്ടിൽ പോയിരിക്കും. ഞാൻ വിട്ടുകൊടുക്കൂല. ഞാനും സിറ്റ് ഔട്ടിൽ അങ്ങ് പോയിരുന്നാലോ ഉടൻ എന്നോട് പറയും, ഞാനൊന്ന് ടൗണിൽ പോയി വരാം, ഒന്നങ്ങാടിയിൽ പോയി വരേണ്ട കാര്യമുണ്ട് എന്ന് പറഞ്ഞ് പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാണ്. അതുകൊണ്ട് ഈ സദസ്സിൽ വെച്ച് ദുആ ചെയ്യേണ്ടത് 67കാരനായ എൻ്റെ ഭർത്താവിന് നല്ല ബോധം വരാനും മൊബൈൽ ഉപയോഗം കുറയാനും എന്നോടൊരു 2 വാക്ക് മിണ്ടാനുള്ള മനസ്സുണ്ടാകാനുമാണ് എന്ന് വലിയൊരു പേജിൽ എഴുതി തന്ന ഒരു ഉമ്മയെ ഞാനിങ്ങനെ ഓർക്കാൻ. ആരോടാണ് നമ്മൾ ഇതിന്റെ ഉപദേശം പറയാ? മൊബൈൽ ഉപയോഗത്തിന്റെ ഉപദേശം എവിടെ നിന്ന് തുടങ്ങണം? നമ്മൾ വലിയ ജനറേഷൻ മുതൽ താഴേക്കിടയിലുള്ള ന്യൂ ജനറേഷൻ വരെ എല്ലാ ജനറേഷനിലേക്കും ഇതങ്ങോട്ട് വ്യാപിച്ചു പിടിച്ചിരിക്കുകയാണ്, വല്ലാതെ വ്യാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് സ്വപ്നം കാണാനുള്ള നേരം എവിടെ? മോനെ, നിനക്ക് വുദൂ എടുത്തിട്ടല്ലാതെ ഞാൻ മുല തന്നിട്ടില്ല എന്ന് പറഞ്ഞ ഇമാമുന ശാഫിയുടെ മാതാവ് ഇവിടെ റളിയല്ലാഹു അൻഹു. നോക്കണേ നിങ്ങൾ, 5-ാം വയസ്സിലാണ് മഹാനായ അബ്ദുൽ ഖാദിറുൽ ജിലാനി റളിയല്ലാഹു അൻഹു ഏകൽ കൂടാതെ ഞാൻ ചെയ്തില്ല ഒന്നുമേ എന്നാണ് എന്നെ പറയുന്നും കേട്ടോ. വളരെ പരിശുദ്ധമായ ഖുർആനിനെ 5-ാമത്തെ വയസ്സിൽ സരളമായി ഓതുകയാണ് അബ്ദുൽ ഖാദിറുൽ ജിലാനി റളിയല്ലാഹു അൻഹു എന്ന പൊന്നുമോൻ. അപ്പോഴാണ് ആളുകൾ ചോദിച്ചത്, മോനെ 5-ാം വയസ്സെന്ന് പറയുന്നത് ഖുർആൻ പഠിച്ചു തുടങ്ങേണ്ട പ്രായമാണ്, എങ്ങനെയാണ് മോനെ ഈ ചെറിയ പ്രായത്തിലെ നീ ഖുർആൻ ഇങ്ങനെ പഠിച്ചത് എങ്ങനെയാണ്? അപ്പോഴാണ് ആ കുഞ്ഞുമോൻ മറുപടി പറഞ്ഞത്, സമിഅതുഹാ من لسان أمه وهي تقرأ القرآن.
എന്റെ മാതാവ് ഖുർആൻ ഓതുമ്പോൾ എന്റെ ഉമ്മായുടെ അടുക്കൽ പോയിരിക്കലാണ് എന്റെ പണി. അങ്ങനെ ഉമ്മ ഓതുന്ന ഖുർആൻ കേട്ടിട്ടാണ് എനിക്ക് ഖുർആനോത്ത് പഠിഞ്ഞത് എന്ന് മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു 5-ാം വയസ്സിൽ സരളമായി ഖുർആൻ ഓതിയിരുന്ന മകനാണ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു. എന്തുകൊണ്ട്? എൻ്റെ ഉമ്മാന്റെ ഒത്ത് കേട്ടിട്ട് പഠിഞ്ഞതാണ്. നമ്മുടെ മക്കൾ അങ്ങനെ പറയോ? അങ്ങനെ പറയില്ലെങ്കിൽ കുഴപ്പം ആരുടേതാണ്? തലമുറയിൽ സ്വപ്നം കാണേണ്ടവരിരുന്നിട്ട് മൊബൈലിൽ കുത്തിയാൽ സ്വപ്നം കാണപ്പെടുന്ന റിസൾട്ടുകൾ നമുക്ക് അന്യമായി പോകും. അതാണ് അപകടങ്ങൾ. നമുക്ക് വലിയ ഭാവിയെക്കുറിച്ച് വലിയ സ്വപ്നം കാണാൻ ഇനി ഇല്ലാത്തൊരു കഥയാണ്. അതിൻ്റെ ഒരു തുടക്കമാണ് നമ്മൾ കോഴിക്കോട് ജില്ലയിൽ കണ്ടത്. അതിൻ്റെ ബാക്കിയാണ് നമ്മൾ തിരുവനന്തപുരത്ത് കണ്ടത്. ഉമ്മയെ തലവെട്ടിക്കൊന്നതിൻ്റെ പിറ്റേന്നാണ് ബാപ്പയെ അടിച്ചിട്ട് ഹോസ്പിറ്റലിലാക്കി മകന്റെ മർദ്ദനമേറ്റ പിതാവ് മരണപ്പെട്ടു പോയത്. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഞാനിങ്ങനെ മൊബൈലിൽ കണ്ടത്, നിങ്ങളൊക്കെ ചിലപ്പോൾ അത് കണ്ടിട്ടുണ്ടാവും. സ്വന്തം ബാപ്പയെ മകൻ അടിക്കുക, പെരടിക്ക്. എന്തിന്? അവന്റെ ലഹരി ഉപയോഗം, അവന്റെയും കൂട്ടുകാരുടെയും ലഹരി ഉപയോഗം ചോദ്യം ചെയ്തതിന്റെ പേരിൽ 4 പേരിട്ട് ബാപ്പയെ വളഞ്ഞിട്ട് തല്ലാണ് ഒരു പിതാവിനെ. എന്താണ് ഇനി നമ്മൾ ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? അവിടെയാണ് ഞാൻ പറയുന്നത്, ഖൽബ് വെച്ചിട്ട് സ്വപ്നം കാണണം. എന്ത്? എൻ്റെ കുട്ടി നന്നാവുന്നു. ഏതുപോലെ മഹാനായ ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു സ്വപ്നം കണ്ടതുപോലെ. ആരാണ് ഫുദൈൽ ഇബ്നു ഇയാദ്? സാഹിദുൽ ഹറമൈൻ, 2 ഹറമിലെയും സാഹിദ്, പരിത്യാഗി എന്ന പേരിൽ അറിയപ്പെട്ട മഹാനാണ്. പരിശുദ്ധമായ മക്കയിലെയും മദീനയിലെയും ഏറ്റവും വലിയ പരിത്യാഗി എന്ന പേരിൽ അറിയപ്പെട്ട മഹാനാണ് ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു. പടച്ചവനെ, ഒരു പൊന്നുമോനുണ്ടായിരുന്നു. ആ പൊന്നുമോന് നല്ല പേരാണിട്ട് കൊടുത്തത് അലി. അലി എന്ന് പേരിട്ട് കൊടുത്ത് മോനെ വളർത്തി അലിയാരെ പോലെ ഒരു മകനാകണമെന്ന് കരുതി. പക്ഷേ മകൻ അങ്ങനെയല്ല. മകൻ തെമ്മാടിയാണ്, പറഞ്ഞാൽ അനുസരിക്കൂല, തോന്നിയതുപോലെ ജീവിക്കുകയാണ്. ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്, പക്ഷേ മകനാണെങ്കിൽ തോന്നിവാസിയാണ്. അവസാനം ആ പിതാവിന്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു, വല്ലാത്ത സങ്കടത്തിലായി. കരഞ്ഞിട്ട് പടച്ചോനോട് പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അസ്ലഹ്തുഹു, പടച്ചോനെ എന്നെ കൊണ്ട് കഴിയുന്ന വിധം ഞാൻ അവനെ നന്നാക്കാൻ നോക്കി, നന്നായിട്ടില്ല. ഫഅസ്ലിഹു അൻത ലീ, ഇനി നീ എനിക്ക് വേണ്ടി എൻ്റെ മകനെ നന്നാക്കി തരണേ അല്ലാ. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന വിധമൊക്കെ നന്നാക്കാൻ നോക്കി, നന്നാവണില്ല. ഇനി ആകെ നന്നാവാനുള്ള വഴി പടച്ചോനെ ഈയായിട്ട് എനിക്ക് നന്നാക്കിക്കൊണ്ട് അല്ലാ. എൻ്റെ മകനിൽ എനിക്ക് വലിയ പ്രതീക്ഷയുണ്ട്. ആ ദുആ കഴിഞ്ഞതിന് ശേഷം മഹാന്മാര് പറയാണ്, സുമ്മ മാത വഹുവ യഖറഉൽ ഖുർആൻ, ആ കുട്ടി പിന്നെ മരണപ്പെട്ടത് ഖുർആൻ ഓതും കൊണ്ടിരിക്കുമ്പോഴാണെന്ന്. ഏത്? അങ്ങാടിയിലൂടെ പാട്ടും പാടി നടന്നിരുന്ന ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ, പടച്ചോനെ എൻ്റെ കുട്ടിയെ എനിക്ക് നന്നാക്കിക്കൊണ്ടാന്ന് പറഞ്ഞപ്പോൾ പിന്നെ ആ കുഞ്ഞുമോൻ മരിച്ചത് വഹുവ യഖറഉൽ ഖുർആൻ, വഹുവ യഖറഉൽ ഖുർആൻ, വിശുദ്ധമായ ഖുർആൻ ഓതി മരിച്ചു. അതിന് ഭാഗ്യമുണ്ടായത് എന്തുകൊണ്ടാ? അതിൻ്റെ ഒരു ഭാഗ്യം അല്ലാഹു കൊടുത്തത് ആ പിതാവിൻ്റെ ദുആ കൊണ്ടാണ്. അതുകൊണ്ട് സ്വപ്നം കാണുന്ന അടുത്ത തലമുറയിൽ നന്മ കാണുന്ന പിതാക്കളാകാൻ ആരുണ്ട്? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അങ്ങനെ സ്വപ്നം കണ്ടയാളാണ്. കുഞ്ഞുമോൻ ഇസ്മായിലിനെ കൂട്ടി കൊണ്ടുപോയി കഅബയുടെ അടുത്തേക്ക്. വിശുദ്ധമായ കഅബാലയത്തിന്റെ നിർമ്മാണം കഴിഞ്ഞപ്പോഴാണ് ഇബ്രാഹിം നബി തന്റെ സ്വപ്നം അല്ലാഹുവിനോട് പറഞ്ഞത്. എന്തായിരുന്നു തന്റെ തലമുറയിൽ ഇബ്രാഹിം നബി കണ്ട സ്വപ്നം? എന്താണ്? റബ്ബനാ വജ്അൽനാ മുസ്ലിമൈനി ലക വമിൻ ദുർരിയ്യതിനാ ഉമ്മതൻ മുസ്ലിമാ. അല്ലാഹുവേ, ഞങ്ങളുടെ പരമ്പരയിൽ എന്റെയും എൻ്റെ പൊന്നുമോൻ ഇസ്മായിലിന്റെയും പരമ്പരയിൽ ഇസ്ലാമിനെ നീ നിലനിർത്തി തരണേ അല്ലാ. ലോകത്ത് ഇസ്ലാം നിലനിൽക്കേണ്ടത് എൻ്റെ പൊന്നുമോൻ ഇസ്മായിലിന്റെ പരമ്പരയിലാണ്. ഇത് ഇബ്രാഹിം നബി സ്വപ്നം കണ്ടതാണ്. മുസ്ലിമീങ്ങൾ നിലനിൽക്കണം ഇസ്മായിലായ എൻ്റെ ഈ പൊന്നുമോന്റെയും എന്റെയും പരമ്പരയിൽ. ഒന്ന്. രണ്ടാമത് ഇബ്രാഹിം നബി ആഗ്രഹിച്ചത് എന്താണ്? റബ്ബനാ ലിയുഖീമുസ്സലാത്ത്, തന്റെ
തന്റെ മകനെയും തന്റെ ഭാര്യ ഹാജർ ബീവി റളിയല്ലാഹു അൻഹയും രണ്ടുപേരെയും കഅബയുടെ സമീപത്താക്കി തിരിച്ചു പോരുമ്പോൾ ആ പിതാവ് ദ്വാർന്നത് അതാണ്, പടച്ചോനെ നിസ്കാരം എന്റെ തലമുറയിൽ നിലനിൽക്കണേ അല്ലാഹ്. രണ്ട് ദുആയും കിട്ടിയതായിരിക്കാം ഇസ്മായിൽ നബിക്കാണ്. ഞാൻ ചോദിക്കട്ടെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് എത്ര മക്കളുണ്ടായിരുന്നു? ഇബ്രാഹിം നബിക്ക് എത്ര മക്കളാ? രണ്ടുപേരാ. ഒന്ന് ഇസ്മായിൽ നബി അലൈഹിസ്സലാം, മറ്റൊന്ന് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി റളിയല്ലാഹു അൻഹു, വലിയ മഹാനല്ലേ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, എപ്പോഴും പറയുമായിരുന്നു, മാ സജദ്തു ലില്ലാഹ്, ഞാൻ അല്ലാഹ്ക്ക് വേണ്ടി സുജൂദ് ചെയ്തിട്ടില്ല, സജ്ദത്തൻ ഒരു സുജൂദ് പോലും, ഇല്ലാ വലി ഉമ്മീ നസീബും മിൻഹാ, എൻ്റെ ഉമ്മാക്ക് ആ സുജൂദിന്റെ ഒരു കൂലി കിട്ടിയിട്ടല്ലാതെ. എപ്പോഴും പറയുന്ന ഒരു വർത്താനാണ്, ഞാൻ ഒരു സുജൂദ് ചെയ്ത ആ സുജൂദിന്റെ കൂലി എൻ്റെ ഉമ്മാക്ക് കിട്ടും. കുറേ ഇങ്ങനെ ഇത് പറഞ്ഞപ്പോൾ ആളുകൾ ചോദിച്ചു, അല്ല അഹ്മദ് ബിൻ ഹംബൽ, നിങ്ങൾ എന്താണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം? നിങ്ങൾ ചെയ്യുന്ന നിസ്കാരത്തിന്റെ കൂലി, നിങ്ങൾ ചെയ്യുന്ന സുജൂദിന്റെ കൂലി മുഴുവൻ ഉമ്മാക്ക് കിട്ടുമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അപ്പോഴാണ് ആ മഹാനായ പണ്ഡിതനതിന് മറുപടി പറഞ്ഞത്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറയാണ്, എൻ്റെ പിതാവ് ഹംബൽ എന്ന് പറയുന്ന എൻ്റെ ഉപ്പ നേരത്തെ മരിച്ചുപോയി. ഞാൻ യതീമായ മകനാണ്. എൻ്റെ ഉമ്മയല്ലാതെ എന്നെ നോക്കാൻ മറ്റൊരാളില്ല. എൻ്റെ മാതാവ് എന്നെ വളർത്തുകയാണ്. എനിക്കൊരു 5 വയസ്സായപ്പോഴേക്ക് എൻ്റെ ഉമ്മ എന്നെ വുളു എടുക്കാൻ പഠിപ്പിച്ചു, നിസ്കരിക്കാൻ വേണ്ടി പഠിപ്പിച്ചു. എനിക്കൊരല്പം കൂടി പക്വത വന്നപ്പോഴാണ് എൻ്റെ ഉമ്മ പറഞ്ഞത്, മോനെ അഹ്മദേ, പള്ളിയിൽ പോയി നമസ്കരിക്കണം മോനെ. ഞാൻ എൻ്റെ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, വിദൂരത്തുള്ള പള്ളിയിലേക്ക് ഒറ്റയ്ക്ക് പോകാൻ എനിക്ക് പേടിയാണ്. എങ്ങനെയാണ് ഞാൻ പള്ളിയിൽ പോവുക? നമ്മുടെ വീട്ടിൽ നിന്ന് എൻ്റെ കൂടെ പള്ളിയിൽ വരാൻ ആരാണ്? ഉമ്മ എന്നോട് പറഞ്ഞു, എടാ നിന്റെ ഉമ്മച്ചി വരാം. അങ്ങനെയാണ് സുബഹിക്ക് നേരത്തെ എൻ്റെ ഉമ്മ എന്നെ വിളിക്കാൻ തുടങ്ങിയത്. ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പ് എന്നെ മാതാവ് എന്നെ വിളിക്കുകയാണ്, എന്നിട്ട് എന്നെ വുദു എടുപ്പിച്ച് നിർത്തുകയാണ്. ബാങ്ക് കൊടുത്ത ഉടനെ എൻ്റെ മാതാവ് പെട്ടെന്ന് വുദു എടുത്തിട്ട് സുബ്ഹി നിസ്കരിക്കുകയാണ്. ഉമ്മ സലാം വീട്ടിയാൽ പിന്നെ പെട്ടെന്ന് എൻ്റെ കൈ പിടിച്ച് തൊട്ടടുത്തുള്ള പള്ളിയിലേക്ക് ഞങ്ങൾ 2 പേരും നടക്കുകയാണ്. അങ്ങനെ നടന്നൊരു മരച്ചുവട്ടിലെത്തിയാൽ, പള്ളിയുടെ സമീപത്തുള്ള മരച്ചുവട്ടിലെത്തിയാൽ എൻ്റെ ഉമ്മ എന്നോട് പറയും, മോനെ, ഇനി അങ്ങോട്ട് ഉമ്മാക്ക് വന്നുകൂടാ, അവിടെ പരപുരുഷന്മാരുള്ള സ്ഥലമല്ലേ, അതുകൊണ്ട് എൻ്റെ കുഞ്ഞ് വേഗം പള്ളിയിൽ പോയി നമസ്കരിക്കണം. അവിടുത്തെ ജമാഅത്ത് കഴിഞ്ഞ് സലാം വീട്ടിയ ഉടനെ മോൻ വേഗം ഇറങ്ങി വരണം കേട്ടോ. കാരണം മറ്റുള്ളവരെ പുറത്തിറങ്ങിയാൽ ഉമ്മാനെ അവർ കാണുന്നതിൻ്റെ മുമ്പ് നമുക്ക് വേഗം വീട്ടിലെത്തണം. അങ്ങനെയാണ് എൻ്റെ മാതാവിൻ്റെ കൈ പിടിച്ചിട്ട് പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ. അങ്ങനെ എൻ്റെ 10 വയസ്സ് വരെ എൻ്റെ ഉമ്മ എന്നെ ഓരോ വഖത്തിനും പള്ളിയിലേക്ക് എൻ്റെ കൂടെ വന്നു. പിന്നീട് എൻ്റെ മാതാവ് മരണപ്പെട്ടു പോയി. എൻ്റെ ഉമ്മ മരണപ്പെട്ടപ്പോഴേക്ക് എന്നെ കൊണ്ട് നമസ്കരിപ്പിക്കാൻ പഠിപ്പിച്ചിരുന്നു. പള്ളിയിലേക്ക് പോകാൻ, ജമാഅത്ത് നിലനിർത്താൻ എന്നെ പഠിപ്പിച്ചത് എൻ്റെ മാതാവാണ്. അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ എൻ്റെ ഉമ്മാക്കുള്ളതാണ്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, ഞാനൊരു സുജൂദ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സുജൂദിന്റെ കൂലി പോലും എൻ്റെ ഉമ്മാക്ക് ലഭിക്കും എന്ന് ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറയാൻ. മുഅ്മിനീങ്ങളെ, അങ്ങനെ പറയാൻ നമുക്ക് എന്തുണ്ട്? എന്ത് നന്മയാണ് മക്കളിലേക്ക് നമ്മൾ കൊടുത്തത്? നമ്മൾ ചെയ്യുന്ന ആകുള്ള നന്മ എന്താണ്? രാവിലെ ഒരു ഒച്ചടലാണ് അല്ലേ? മദ്രസയിലേക്ക് 6 മണിക്ക് തുടക്കും, 6 മണിക്ക് തുടക്കം കുറിക്കും മദ്രസ. അപ്പൊ എന്ത് ചെയ്യും? ഒരു 5:45 എണീറ്റിട്ട് പിന്നെ ആക്കെ നിലവിളിയാണ് വീട്ടില്. എന്ത് അങ്ങട്ട് ഷൗട്ട് ചെയ്യലാണ്, എണീക്കടാ, അവിടെ മദ്രസയിൽ പോണ്ടേ. നമ്മൾ കുട്ടികളോട് ചെയ്യുന്ന ഒരു കടപ്പാട് എന്താണ്? അഹ്മദ് ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ 10-ാം വയസ്സ് വരെ കുട്ടിനെ പള്ളിയിലേക്ക് കൈ പിടിച്ചു കൊണ്ടുപോയിട്ട് നിസ്കരിപ്പിച്ചു എന്ന്. ശാഫിഈ ഇമാമിന്റെ ഉമ്മ കുഞ്ഞുമോന് പാല് കൊടുത്തത് മുഴുവൻ വുദു എടുത്തിട്ട്. മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ഖുർആൻ ഓതുന്നത് കേട്ടിട്ട് മകന് ഖുർആൻ ഹിഫ്ളായി.
മാതാക്കൾ ചെയ്ത സുഹൃതങ്ങളേറെയാണ്. ആ സുഹൃതങ്ങളാണ് തലമുറകളിലേക്ക് കടന്നു വന്നത്. എന്ത് സുഹൃതമാണ് നമ്മളെന്ന ഉമ്മയിൽ നിന്ന് നമ്മുടെ മക്കളിലേക്ക് ലഭിച്ചിട്ടുണ്ടാവുക? ഇതിങ്ങനെ വിശദീകരിച്ച് പറയേണ്ട ഒരു ഭാഗമാണ്. 1921 കറാച്ചി കോടതിയിലാണ് 1921 പാകിസ്ഥാനിലെ ഇപ്പോഴത്തെ പാകിസ്ഥാനിലെ കറാച്ചി കോടതിയിൽ ഒരു കേസ്വാദം നടക്കുകയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാളിയായ മൗലാന മുഹമ്മദ് അലി ജൗഹറാണ് പ്രതിക്കൂട്ടില്. ജഡ്ജി പറയാണ്, മുഹമ്മദ് അലി ജൗഹറിനോട് ഒരു ചോദ്യം ചോദിച്ചു. അപ്പൊ മുഹമ്മദ് അലി ജൗഹർ അതിന് മറുപടി പറയുമ്പോ മുഴുവൻ റസൂലുള്ളാന്റെ പേരിങ്ങനെ റിപ്പീറ്റ് ചെയ്യാൻ, നബിതങ്ങളുടെ പേര് പറയുന്നു, സ്വലാത്ത് ചെല്ലുന്നു. അപ്പൊ ആ ജഡ്ജി പറഞ്ഞു, അത്രേ, ഇത് നിങ്ങളുടെ പ്രവാചകന്റെ പേര് പറയാനോ സ്വലാത്ത് ഇല്ലാനോ ഉള്ള വേദിയല്ല, ഇത് കോടതി മുറിയാണെന്ന് ഓർമ്മ വേണമെന്ന് പറഞ്ഞപ്പോൾ മൗലാന മുഹമ്മദ് അലി ജൗഹർ പറഞ്ഞു, എന്നെ കൊണ്ട് കഴിയില്ല, എന്റെ ജീവിതം എന്റെ നേതാവാണ്, റസൂലുള്ളാനെ പറയാതെ എനിക്കൊരു മറുപടിയും പറയാൻ കഴിയില്ല എന്ന് ജഡ്ജിയുടെ മുമ്പിൽ പറഞ്ഞപ്പോ ആളുകളൊക്കെ അത്ഭുതപ്പെട്ടുപോയി. ഒരു സ്വാതന്ത്ര്യ സമര പോരാളി, ഇന്ത്യ രാജ്യത്തിന് വേണ്ടി പോരാട്ടം നടത്തിയ ഒരു പോരാളി, ഓക്സ്ഫോർഡ് പോലെ മനോഹരമായ യൂണിവേഴ്സിറ്റിയിലെ ആംഗലേയ യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിച്ചിറങ്ങിയ ഒരാൾ, അയാൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു വർത്തമാനം പറയുന്നത്? അയാളുടെ മനസ്സിൽ എവിടെ നിന്നാണ് ഇത്രയും വലിയ ആത്മാർത്ഥമായ ഒരു ഇമാം കടന്നു വന്നത്? ആളുകളെ ചർച്ച ചെയ്യാൻ. അതിന്റെ കാരണം അവരുടെ ഉമ്മയായ ആബിദ ബീഗ ആയിരുന്നു എന്നാണ്. മൗലാന മുഹമ്മദ് അലി ജൗഹർ, ഞാൻ മുഴുവൻ 14 നൂറ്റാണ്ട് മുമ്പുള്ള കഥ പറയില്ല, 1921 കഥയാണ് പറയുന്നത്. മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ മനസ്സില് റസൂലുള്ളാനോട് ഇത്രമേൽ ഇഷ്ടമുണ്ടാക്കിയ കാര്യം എന്താണ്? ആളുകൾ ആ മാതാവിനോട് ചോദിക്കാനുമ്മ, എന്താണ് ആ മോനെ ഇങ്ങനെ മഹബത്ത് ഉണ്ടാക്കാൻ ചെയ്തത്? അപ്പൊ ആ മാതാവ് പറഞ്ഞു, എൻ്റെ കുട്ടി എന്നും ഉറങ്ങുന്നതിന്റെ മുമ്പ് കൂടെ കടന്നിട്ട് പറയും, ഉമ്മച്ചി ഒരു കഥ പറഞ്ഞു തരാണ്. എന്നിട്ട് ഞാൻ എൻ്റെ മോന് എന്നും ഹദീസിലെ ഒരു കഥ പറഞ്ഞു കൊടുക്കുമായിരുന്നു. മുത്തുനബിയെ കുറിച്ചൊരു കഥ അല്ലെങ്കിൽ മുത്തുനബി പറഞ്ഞ ഒരു ഹദീസ് എൻ്റെ കുട്ടി കിടന്നുറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കും. അതിൻ്റെ ഫലമാണ് അവൻ്റെ ഖൽബിൻ്റെ ഉള്ളിൽ റസൂലുള്ളാഹിനോടുള്ള മഹബത്ത് വന്നത്. ആലോചിച്ച് നോക്കണം. നിങ്ങൾ നോക്കി, നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് യാസീൻ ഓതിയില്ലേ? മജ്ലിസുന്നൂർ കഴിഞ്ഞ് യാസീൻ ഓതി. ആ യാസീൻ ഓതിയപ്പോൾ ഈ സദസ്സിലിരിക്കുന്ന നമ്മൾ പോലും അറിയാതെ ആ യാസീനിന്റെ കൂലി അടിച്ചു മാറ്റിയ ഒരു ഉമ്മ ഉണ്ട്. ആരറിയോ? നമ്മളിപ്പോ ഇവിടുന്ന് യാസീൻ ഓതിയില്ലേ മജ്ലിസുന്നൂറിന്റെ, ഈ യാസീന്റെ കൂലി നമ്മൾ പോലും അറിയാതെ ആ യാസീന്റെ കൂലി അതേപോലെ അനുഭവിച്ച ഒരു ഉമ്മയുണ്ട്. മദീനയിലെ ഖബർസ്ഥാനിൽ അന്ത്യവിശ്രാമം കൊള്ളുന്നു. ആരാണ് ആ മാതാവ്? ആ മാതാവാണ് സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ. 13ാമത്തെ വയസ്സിൽ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു എന്ന പൊന്നുമോൻ ബദറിന്റെ വിരിമാറിലേക്ക് കടന്നു വരികയാണ്. സ്വഹാബത്ത് പറയാണ്, സയ്യിദ് ഇബ്നു സാബിത്ത് എന്ന പൊന്നുമോൻ ബദർ രണാങ്കണത്തിലേക്ക് 13ാമത്തെ വയസ്സിൽ കടന്നു വരികയാണ്. ആ പൊന്നുമോന്റെ കയ്യിലുള്ള വാളില്ലേ, ആ വാളിന് അവനേക്കാൾ വലിപ്പമുണ്ടായിരുന്നു. 13 വയസ്സാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. 8ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി ഒരു വാളിങ്ങനെ പിടിച്ചാൽ അതിന് ഓനേക്കായി നീളണ്ടാവും. ആ വാളും പിടിച്ചിട്ട് ആ കുട്ടി ബദറിന്റെ രണാങ്കണത്തിൽ വന്നു. റസൂലുള്ളാഹി ചോദിച്ചു, എന്തിനാ വന്നതെന്ന് ചോദിച്ചു. എന്തിനാ മോനെ വന്നത്? ഉരീദുൽ ജിഹാദ മഅക യാ റസൂലല്ലാഹ്, എനിക്കങ്ങയോടുകൂടെ യുദ്ധം ചെയ്യണം നബിയേ, എനിക്കങ്ങയോടുകൂടെ പോരാടണം യാ റസൂലല്ലാഹ്, എനിക്കങ്ങയോടുകൂടെ യുദ്ധം ചെയ്യണം. ഉടൻ തന്നെ നബി തങ്ങൾ പറഞ്ഞു, സയ്യിദേ മോനെ, 13 വയസ്സാ നിന്റെ പ്രായം, യുദ്ധത്തിനുള്ള പക്വത ആയിട്ടില്ല, യുദ്ധത്തിന് വരാൻ പാടില്ല. ആ കുട്ടി പറഞ്ഞു, യാ റസൂലല്ലാഹ് ലാ തറുദ്ദനീ, എന്നെ യുദ്ധക്കളത്തിൽ നിന്ന് മടക്കി വിടല്ലേ നബിയേ, ഞാൻ മടങ്ങിപ്പോകൂല. ഉടൻ തന്നെ നബി തങ്ങൾ പറയാണ്, ഐന ഉമ്മു സയ്യിദ്, സയ്യിദിന്റെ ഉമ്മ എവിടെ? സ്വഹാബ, സയ്യിദിന്റെ ഉമ്മാനെ ഒന്ന് വിളിച്ചോണ്ട് വാ. ആ സഹോദരി ഓടി വരികയാണ്. സയ്യിദിന്റെ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ,
മോന് 13 വയസ്സാണ്. മോനെ കൂട്ടി വീട്ടിലേക്ക് കൊണ്ടുപോകണം. ആ മാതാവ് മകനെ ബദറിന്റെ രണാങ്കണത്തിൽ നിന്ന് വലിക്കാൻ, ആ കുട്ടി ഉമ്മയുടെ കൈ ഇങ്ങോട്ട് വലിക്കാണ്. ഉമ്മ, എന്നെ രണാങ്കണത്തിൽ നിന്ന് കൊണ്ടുപോകല്ല, ഞാനും ഒന്ന് യുദ്ധത്തിൽ പങ്കെടുക്കട്ടെ. 13 വയസ്സുകാരന്റെ വല്ലാത്ത ആഗ്രഹം ഉമ്മ വകവെച്ചില്ല. റസൂലുള്ള മടക്കി കൊണ്ടുപോകാൻ പറഞ്ഞതല്ലേ. ആ 13കാരന് ഉമ്മ വീട്ടിലേക്ക് വലിച്ചഴച്ചു കൊണ്ടുപോയി. വീട്ടിന്റെ അകത്ത് പോയി വാതിലടച്ചപ്പോഴാ മകൻ പറഞ്ഞതുമ്മ, ഇനി ഉമ്മയോട് ഞാൻ മിണ്ടൂല. ബദറിന്റെ രണാങ്കണത്തിൽ നിന്നല്ലേ എന്നെ പിടിച്ചോണ്ട് വന്നത്. ഞാൻ അവിടെ യുദ്ധം ചെയ്യേണ്ട ആളല്ലേ, എനിക്ക് വലിയ പ്രതിഫലം ലഭിക്കേണ്ട ആളല്ലേ. ആ മാതാവാണ് മോനോട് പറഞ്ഞത്, സെയ്ദേടാ, നിനക്ക് 13 വയസ്സാ പ്രായം. 13 വയസ്സാ മോനെ നിനക്ക് പ്രായം. ഉത്തുറുക്കി സൈഫാ വഖുദിൽ ഖലമാ. മോനെ, ആ വാളങ്ങ് വലിച്ചെറിഞ്ഞേക്ക്, എന്നിട്ട് നീ പേന കയ്യിലെടുക്കും മോനെ. ഇത് പഠിക്കേണ്ട പ്രായമാണ്, ഇത് പഠിക്കേണ്ട പ്രായമാണ് മോനെ. നീ പഠിക്കും മോനെ, ഉമ്മച്ചി കൂടെ ഇരിക്കാം. പൊന്നുമോൻ പഠിക്കടാ. ആ മാതാവിരുന്ന് അറബി ഭാഷ പഠിപ്പിച്ചു കൊടുക്കാണ്. കുഞ്ഞുമോൻ ഒരൊറ്റ വർഷം കൊണ്ട് അറബി ഭാഷ പഠിച്ചു. പിന്നെ മാതാവ് തൊട്ടപ്പുറത്ത് വേറൊരു ഭാഷ പഠിപ്പിക്കുകയാണ്. 4ഓളം ഭാഷ 15 വയസ്സായപ്പോഴേക്ക് സെയ്ദ് റളിയല്ലാഹു അൻഹു പഠിക്കാണ്. അങ്ങനെ മദീന പള്ളിയിൽ ഒരിക്കങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പോഴേക്ക് ബദർ കഴിഞ്ഞിട്ടുണ്ട്, ഉഹദ് കഴിഞ്ഞിട്ടുണ്ട്. നബി തങ്ങൾക്ക് മറ്റു രാജ്യങ്ങളിൽ നിന്ന് കത്ത് വരാൻ തുടങ്ങി. കിസ്റയുടെ കത്ത് വരാൻ തുടങ്ങി, റോമിൽ നിന്ന് കൈസറിന്റെ കത്ത് വരാൻ തുടങ്ങി, ഈജിപ്തിൽ നിന്ന് മുഖൗഖിസ് രാജാവിന്റെ കത്ത് വരാൻ തുടങ്ങി. അതൊക്കെ വ്യത്യസ്ത ലാംഗ്വേജിലാണ്, വ്യത്യസ്ത ഭാഷകളിലാണ്. ആ കത്ത് വരുമ്പോ നബി തങ്ങൾ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കും, സ്വഹാബാ, നിങ്ങളിൽ ആർക്കാണ് ഈ കത്തൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയുക? ആരാണ് ഈ കത്തൊന്ന് എനിക്ക് വായിച്ച് മനസ്സിലാക്കി തരിക? അപ്പോഴാണ് 15 വയസ്സുകാരനായി കുഞ്ഞുമോൻ എണീറ്റ് നിന്ന് പറയും, യാ റസൂലല്ലാഹ് അന ലഹാ, നബിയെ ഞാൻ വായിച്ചു തരാം, ഞാൻ വായിച്ചു തരാം. അങ്ങനെ 15 വയസ്സുകാരൻ അതിങ്ങനെ വായിച്ചിട്ട്, ഇത് ഇന്നാലിന്ന ലാംഗ്വേജാ നബിയെ, ഇതെന്റെ ഉമ്മ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ഇതെന്റെ ഉമ്മ എനിക്ക്. അങ്ങനെയാണ് തർജുമാന് റസൂലില്ലാഹ്, മുത്തുനബിയുടെ ട്രാൻസ്ലേറ്റർ എന്ന പദവി മഹാനായ സെയ്ദ് റളിയല്ലാഹു അൻഹു കിട്ടുന്നത്. ആരാ കാരണം? ഉമ്മയാണ്. തീർന്നോ? ഇല്ല. 16ാമത്തെ വയസ്സിലാണ് ഹീബ്രു ഭാഷയിൽ ഒരു കത്ത് വന്നത് നബി തങ്ങൾക്ക്. ആ കത്തെടുത്തിട്ട് സെയ്ദിനോട് ചോദിച്ചു, ഇത് വായിക്കാൻ അറിയുമെന്ന് ചോദിച്ചു. ഈ ഭാഷ എനിക്ക് പരിചയമില്ലല്ലോ നബിയെ, പഠിക്കാൻ പറ്റുമോ ചോദിച്ചു. പഠിക്കാം. എത്ര ദിവസം കൊണ്ട് പഠിക്കുന്നു ചോദിച്ചു. ഞാൻ പെട്ടെന്ന് പഠിക്കാൻ തോന്നി. 17 ദിവസം കൊണ്ട് ഹീബ്രു ലാംഗ്വേജ് പഠിച്ചു. എന്നിട്ട് നബി തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഇനി ആ കത്തിങ്ങ് തരൂ നബി, ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാം. നബി തങ്ങൾക്ക് വലിയ ഇഷ്ടമായി. കാത്തിബ് വഹി റസൂലില്ലാഹ്, നബി തങ്ങളിലെ വഹിയിന്റെ എഴുത്തുകാരനായി മാറി. പിന്നീട് റസൂലുള്ള വഫാത്തായി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ ഭരണാധികാരിയായ കാലത്താണ് മുഅ്മിനീങ്ങളെ 70ഓളം സ്വഹാബികൾ ഒരു യുദ്ധത്തിൽ ഷഹീദായത്. ഹാഫിളീങ്ങളായ 70 സ്വഹാബികൾ ഷഹീദായി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഉമർ റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, തങ്ങളെ, ഖുർആൻ മനപ്പാടുള്ള 70 സ്വഹാബികൾ വഫാത്തായിട്ടുണ്ട്. ഇങ്ങനെ പോയാൽ ഖുർആൻ നഷ്ടപ്പെടും. അതുകൊണ്ട് ഖുർആൻ 2 ചട്ടക്കുള്ളിൽ ക്രോഡീകരിച്ചൊരു ഗ്രന്ഥമാക്കണം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കാൻ, അതിന് കഴിവുള്ള ആരാ നമ്മുടെ നാട്ടിലുള്ളത്? അതിന് കഴിവുള്ള ഉത്തരവാദിത്വം ഏൽപ്പിക്കാൻ പറ്റിയ ആരാണ് ഇവിടെയുള്ളത്? നിശേഷം ആലോചിക്കേണ്ടി വന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സിദ്ദീഖോരേ, അതിന് പറ്റിയ സെയ്ദ് ഇബ്നു സാബിത്താണ്. സെയ്ദ് റളിയല്ലാഹു അൻഹു. ആ സെയ്ദ് റളിയല്ലാഹു അൻഹു വിശുദ്ധമായ ഖുർആൻ ക്രോഡീകരിച്ചു. പിന്നീട് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഖിലാഫത്ത് കാലത്ത് 6 ഖുർആനിന്റെ പ്രതി എഴുതി ഉണ്ടാക്കി. ഒന്ന് മക്കയിൽ വെക്കാൻ, ഒന്ന് മദീനയിൽ വെക്കാൻ, ഒന്ന് ഇറാഖിലേക്ക് കൊടുത്തേക്കാൻ, ഒന്ന് ഷാമിലേക്ക് കൊടുത്തേക്കാൻ. അങ്ങനെ 6 പ്രതി. അതാണ് ഉമ്മുൽ കിതാബ് എന്നറിയപ്പെടുന്ന 6 പ്രതികൾ റസ്മുൽ ഉസ്മാനിയിൽ എഴുതിയുണ്ടാക്കാൻ പറഞ്ഞു. അതിന്റെ പൂർത്തീകരണം നടത്തിയതും സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു.
അപ്പൊ ഇന്ന് നമ്മൾ ഖുർആൻ ഓതിയാൽ അതിന്റെ ഒരു മിസ്ല് സവാബ് പോകുന്നത് സെയ്ദ് റളിയല്ലാഹുവിന്റെ അക്കൗണ്ടിലേക്കാണ്. ഇന്ന് നമ്മൾ ഓതിയ യാസീന്റെ ഒരു മിസ്ല് സവാബ് സെയ്ദ് എന്നവരുടെ അക്കൗണ്ടിൽ കിട്ടും. തീർന്നില്ല, ആ സമാനമായൊരു പ്രതിഫലം സെയ്ദ് എന്നവരുടെ ഉമ്മാന്റെ അക്കൗണ്ടിലും കിട്ടും. നമ്മൾ ലോകത്ത് ആര് ഖുർആൻ ഓതുന്നോ അതനുഭവിക്കാൻ ഭാഗ്യമുള്ള ഒരു പെണ്ണ് മദീനയിൽ കിടക്കുന്നുണ്ട്. എവിടെയാണ് അവരെ ഖബർ അതുപോലും നമുക്കറിയില്ല. എവിടെയാണ് ആ സാധുവിന്റെ ഖബർ, ഏതാണ് ആ സഹോദരി, എവിടെയാണ് അവർ കിടക്കുന്നത് അതുപോലും നമുക്കറിയില്ല. പക്ഷേ നമ്മൾ ഓതുന്നതിന്റെ ഒരു സവാബ് അവരനുഭവിക്കുന്നു. എന്തേ അതിന്റെ കാരണം? അല്ലാഹ് 13 വയസ്സുകാരനായ മകനെ കൊണ്ടുവന്നിട്ട് മോനെ ഖുദിൽ ഖലമാ, പേനയെടുക്ക് മോനെ, പേന കൊണ്ടെഴുത് മോനെ എന്ന് പഠിപ്പിച്ചു കൊടുത്തതാണ്. മദ്രസിൽ നിന്ന് വന്ന് കുട്ടിയെ പാഠം വായിപ്പിക്കാൻ ഉമ്മ ഇരിക്കാൻ മനസ്സ് വരുന്നില്ല. അപ്പോഴേക്ക് വേറെ പലതും നോക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ഈ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹുവിന്റെ ഉമ്മാനൊന്ന് ഓർമ്മ വരണം. എന്ത് ഇങ്ങനെ ഉമ്മമാർ കഷ്ടപ്പെട്ടതാണ്. ലോകത്ത് തലമുറയിലുണ്ടായ നന്മകൾ തിരിച്ചറിയാൻ തയ്യാറാവണം, തിരുത്ത് പറയാൻ തയ്യാറാവണം, ഇടപെടാൻ തയ്യാറാവണം. അത് പറയാൻ എന്ത് വേണം? ഒന്നാമത്തെ ക്വാളിറ്റി നമ്മളിൽ ഉണ്ടാവണം. എപ്പോഴും മൊബൈൽ നോക്കിയിരിക്കുകയാണ് എന്ന് നമുക്ക് കുട്ടികളെ കുറിച്ച് പറയണമെങ്കിൽ നമ്മൾ എപ്പോഴും മൊബൈൽ നോക്കാത്തവരാകണം, അല്ലേ? എപ്പോഴും എൻ്റെ കണ്ണ് മൊബൈലിലാണല്ലോ എന്ന് ഓനോട് പറയണമെങ്കിൽ എപ്പോഴും നമ്മളത് ഉപയോഗിക്കാത്ത ആളാവണം. സദാസമയം നമ്മൾ അതിൻ്റെ മുമ്പിലാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ആരെ കുറ്റം പറയും? എങ്ങനെ അടുത്ത തലമുറയെ നമ്മൾ തിരുത്തുക, അല്ലേ? പാതിര എൻ്റെ പ്രിയപ്പെട്ടവരെ, +1-നും +2-നും ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് എന്തിനാണ് രാത്രി 10 മണി കഴിഞ്ഞാൽ മൊബൈല്? എന്തിനാ മൊബൈൽ? പാതിരാക്ക് 12 മണിക്ക് മെസ്സേജ് അയക്കാൻ, നൗ ഐ ആം ഫ്രീ, ഇപ്പൊ ഞാൻ ഫ്രീ ആയിട്ടുണ്ട്, ആ സാഹചര്യങ്ങളൊക്കെ റെഡിയാണ്, നൗ കമോൺ, ഇപ്പൊ വന്നോളൂ. ആർക്ക്? +2-ന് കൂടെ പഠിക്കുന്ന ചെക്കന്. ബാപ്പയും ഉമ്മയും കടന്നുറങ്ങിയിട്ടുണ്ട്. വീടിന്റെ വാതിൽ പോയിട്ട് തുറന്നു കൊടുക്കാൻ. എന്നിട്ട് പാതിരാക്ക് 12 മണിക്ക് കയറി വരിക. എന്നിട്ട് സുഖമായിട്ട് അവളോട് കൂടെ രാവ് പങ്കിട്ടിട്ട് രാവിലെ 3 മണിയാവുമ്പോൾ ഇവള് തന്നെ വാതിൽ തുറന്നു കൊടുക്കുക, ഇറങ്ങി പോവാ. ഇതൊക്കെ ഒരു അധികപ്പറ്റായി പറയണ കാര്യമാണോ? അല്ല, സംഭവിക്കുന്നതാണ്, സംഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ ചുറ്റുപാട് അതിന് സാക്ഷികളാണ്. അങ്ങനെ എത്ര സംഭവങ്ങൾ. ആരാണ് ഇതിന് ഉത്തരവാദി? ആരാണ് ഇവിടൊക്കെ തിരുത്ത് പറയേണ്ടത്? പറ്റില്ല എന്ന് പറയാൻ കെൽപ്പില്ലെങ്കിൽ, എനിക്ക് രാത്രി ഫോൺ തന്നാലേ ഞാൻ ഉറങ്ങൂ എന്ന് പറയണമെങ്കിൽ പാതിരാക്ക് അവർക്ക് കാവലിരിക്കാൻ നമുക്ക് സാധ്യമാകണം. അങ്ങനെ കഷ്ടപ്പെട്ട ഉമ്മമാര് വളർത്തിയ മക്കളെ ലോകത്ത് മഹത്തുക്കളായിട്ടുള്ളൂ. ഉമ്മമാർ ഒരുപാട് ത്യാഗം ചെയ്തിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. സാറ്റർഡേയും സൺഡേയിലും സ്കൂളില്ല, ശനി ഞായറും സ്കൂളില്ല. കുട്ടികൾ കറങ്ങാൻ സുബ്ഹാനല്ലാഹ്, കറങ്ങാൻ ഇറങ്ങിയിട്ട് ഇവിടുന്ന് ഞാനും ഹിബയും പോണുണ്ട്. അപ്പുറത്തെ വീട്ടിലെ പിന്നെ സൂറയുണ്ട്, ഇപ്പുറത്തെ വീട്ടിലെ ഹിബയുണ്ട്, അവിടുത്തെ ഫാത്തിമയുണ്ട്. ഞങ്ങളൊക്കെ പാടെ ബീച്ചിൽ പോവാണ്, ചാവക്കാട്ട് ബീച്ചിൽ പോവാണ്. അങ്ങനെ 4 ആളില്ലേ? എന്നാ പോയിക്കോളിന്ന്. ഇവര് വീടിന്ന് പുറപ്പെട്ടിട്ട് ഉടനെ അയക്കാണ്, മെസ്സേജ് അയക്കാണ്, നിങ്ങൾ എവിടെ ഉള്ളത്? അപ്പൊ അതേ സെയിം ക്ലാസ്സിലെ ചെക്കന്മാര് ബീച്ചിലേക്ക് എത്തുകയാണ്. എന്നിട്ട് കൂടെ കൂടി കറങ്ങാൻ. അവിടെ എത്തിയാൽ ഹിബന്റെ ഫോണിക്ക് വിളിച്ചാൽ ഫാത്തിമാനെ കിട്ടൂല, ഫാത്തിമാന്റെ ഫോണിക്ക് വിളിച്ചാൽ ഇബനെയും കിട്ടൂല. ഒക്കെ അവിടെ വെച്ചിട്ട് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഒക്കെ ഓരോരുത്തന്റെ കയ്യും പിടിച്ചിട്ട് വേറെ കറങ്ങി നടക്കുകയാണ്. പിന്നെ വീണ്ടും വൈകുന്നേരമാകുമ്പോ അല്ലെങ്കിൽ രാത്രി ഇരുള് മുറ്റുമ്പോ ഒക്കെ അതേമാതിരി വീണ്ടും കൂടും. എന്നിട്ട് 4 ആളും പാടെ തിരിച്ചു വരും. ഓ എന്താ കുട്ടികൾ, ഓല് 4 ആളും ഭയങ്കര കമ്പനിയാ, ഓ നല്ല കമ്പനിയാ, അതും വിശ്വസിച്ച് നടന്നോളി. അതല്ല ഇവിടെ നടക്കണത്. അതൊന്നും അതിലപ്പുറം അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. എന്തെങ്കിലും പറഞ്ഞാൽ അതിൽ വലിയ പ്രശ്നമാണ്. കാരണം എന്താ? ഇനി നന്നാവാൻ തീരുമാനമല്ല എന്നാ പുതിയ തലമുറയുടെ തീരുമാനം. മാതാപിതാക്കളെ മാപ്പ്, ഇനി അങ്ങോട്ട് തന്നിഷ്ട കൂത്ത്. ഇനി ഞങ്ങൾ കൂത്താടുകയാണ്. എന്നിട്ടോ ഉന്നം മറന്നൊരു പോക്ക് ഉപദേശങ്ങളോ മതിയാക്ക്. നമ്മളെ കുട്ടികൾ പാടുന്ന പാട്ടല്ലേ ഇത്? ഉന്നം മറന്നൊരു പോക്ക്. ഞങ്ങൾക്ക് ഇനി ഉന്നല്ല, ലക്ഷ്യമില്ലാത്ത പോക്കാണത്. ഇങ്ങനെ പോവാണ് ഞങ്ങള്. ലക്ഷ്യമല്ലേ ഞങ്ങൾക്ക്? ജീവിതത്തിന് എന്ത് ലക്ഷ്യം? ഇങ്ങനെയാണ് പോണം. അതുകൊണ്ടാണ് സ്വന്തം മാതാവിനെ വെട്ടിക്കൊല്ലാൻ തോന്നുന്നത്, സ്വന്തം പിതാവിനെ തലക്കടിച്ചു കൊല്ലാൻ തോന്നുന്നത്. ഇതുപയോഗിച്ച് മയക്ക് കയറിയിട്ട് ജീവിതം എന്ന് പറയുന്നത് എന്താണെന്ന് പോലും, എന്താ ഈ ലക്ഷ്യം, ഇതിൻ്റെ ജീവിതത്തിന് എന്താ ലക്ഷ്യം എന്ന് പോലും ചിന്തിക്കാൻ കഴിയുന്നില്ല.
അരമണിക്കൂർ വൈഫൈ ഓഫ് ചെയ്തിട്ടപ്പോഴേക്ക് കയറിൽ തൂങ്ങി മരിച്ച ഒരു പ്രിയപ്പെട്ട പിതാവിന്റെ മകനെ എനിക്കറിയാം. ആ പിതാവ് ഇന്നും സങ്കടത്തിലാണ്, വേദനയോടുകൂടെ കണ്ണീര് കുടിച്ച് ജീവിക്കാൻ. എന്തേ? അദ്ദേഹത്തിന്റെ ഭാര്യയോട് പറഞ്ഞു, ഒരു അരമണിക്കൂർ ആ വൈഫൈ ഒന്ന് ഓഫ് ചെയ്തിട്ടേക്ക്. അപ്പൊ ഇവൻ കയറി തൂങ്ങി. 22 വയസ്സ്. ഇങ്ങനത്തെ മക്കൾ എന്തിനു പറ്റും? എല്ലാ സുഖലോലുപതയും അനുഭവിക്കുക എന്നൊരു ലക്ഷ്യത്തിലേക്ക് പോവാണ് ഞങ്ങൾ. പുതിയ ജനറേഷനാണ്, ന്യൂ ജനറേഷൻ എന്ന് പറയാം. നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ല, പുതിയ കാലഘട്ടത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല എന്നാണ് എന്തെങ്കിലും പറഞ്ഞാൽ മറുപടി പറയാം. നിങ്ങൾക്ക് പുതിയ കാലഘട്ടത്തെ കുറിച്ച് അറിയില്ല. എന്തേ? പുതിയ കാലഘട്ടത്തിൽ പണ്ടായത് 2010 വരെ ഉള്ള ഒരു ജനറേഷനാണ് സെറ്റ്. ആ സെറ്റ് ജനറേഷന് ശേഷം ഉണ്ടായ പുതിയ ജനറേഷനാണ് ആൽഫ ജനറേഷൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ജനറേഷനിൽ പുതുതായി ഉണ്ടായ ഒരു പുതിയ സംവിധാനം എന്താ? ഒന്നുമില്ല. ഒരു പുതിയ സാധനം ആകുള്ളത് എന്താ? ബെസ്റ്റി എന്ന് പറയുന്ന ഒരു സാധനം. നമ്മളൊക്കെ കാലത്തുണ്ടായിരുന്നതിലേറെ 2010 ശേഷം പുതിയ കാലത്ത് കടന്നു വന്ന ഒരു സാധനമാണ് ബെസ്റ്റി. ആ ടേം വളരെ അപകടം പിടിച്ചൊരു ടേമാണ്. കാരണം എന്താ അറിയോ? ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള മീനിങ്ങിലാണ് അത് ഉപയോഗിക്കപ്പെടുന്നത്. പക്ഷേ സത്യത്തിൽ അതിന്റെ സാങ്കത്യം അങ്ങനെയല്ല. എന്തുകൊണ്ട് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് ഉപയോഗിച്ചാൽ പോരെ? ഫ്രണ്ട്ഷിപ്പ് പറഞ്ഞ സൗഹൃദം, ലവ് എന്ന് പറഞ്ഞാൽ സ്നേഹം, ലവർ എന്ന് പറഞ്ഞാൽ സ്നേഹിതൻ, സ്നേഹിത. ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ സുഹൃത്ത്, അതാണ് സുഹൃത്ത് എന്ന് പറയാം. ബെസ്റ്റി എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? വൺ ഹൂ ഷെയർസ് ദ ബോഡി. സ്നേഹം മാത്രമല്ല, എൻ്റെ ശരീരവും വിട്ടുതരാൻ തയ്യാറാണ് എന്ന ഒരു മനസ്സിൻ്റെ പേര് കൂടിയാണ് ബെസ്റ്റി എന്നാണ്. ആ ടേമിനെ കുറിച്ച് നിങ്ങളൊന്ന് പഠിച്ചു നോക്ക്. അത് പാശ്ചാത്യ ലോകത്ത് നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തതാണ്. പക്ഷെ ഇപ്പൊ കുട്ടികളിങ്ങനെ വന്നിട്ട് ഓൻ്റെ ബെസ്റ്റിയാണ്, ഓ എന്താ ബെസ്റ്റ് ഫ്രണ്ടാണെന്ന്, ഓൻ്റെ ബെസ്റ്റിയാണ്. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ശരിക്കും അതിന്റെ ഒരു പാശ്ചാത്യൻ മീനിങ് എന്താണെന്നറിയോ? ഞാൻ എൻ്റെ ശരീരം ഓൻക്ക് ഷെയർ ചെയ്യാനും റെഡിയാണ്. ആ ഒരു ടേമാണ് പുതിയൊരു കാലത്ത് കൊണ്ടുവന്ന പുതിയൊരു നന്മ. അത് ഇതിനെ പ്രതികരിച്ചാലോ എന്തെങ്കിലും ചെയ്താലോ അത് വളരെ മോശമായി. നിങ്ങൾക്ക് ലോകം തിരിയില്ല. നിങ്ങളൊക്കെ പഴഞ്ചന്മാരാണ്. എന്താണ് പഴഞ്ചൻ? എന്താണ് അറുപഴഞ്ചൻ സംവിധാനം? നിങ്ങളൊക്കെ പഴയ കാലത്ത് ജീവിച്ചവരാണ്. നിങ്ങൾക്കിതൊന്നും അറിയില്ലെന്ന് പറയുന്നിടത്താണ് അൽ ഹയാ വൽ ഈമാനു ഖുരിനാ ജമീആ. ലജ്ജയും ഈമാനും ഒന്നിച്ചു കെട്ടപ്പെട്ടതാണ്. ലജ്ജയും ഈമാനും ഒന്നിച്ച് കെട്ടപ്പെട്ടതാണ്. എവിടെ ലജ്ജ ഒഴിവായോ അവിടെ ഈമാനും നഷ്ടപ്പെടുകയാണ്. ഉമ്മത്തിൽ നിന്ന് ഈമാൻ നഷ്ടപ്പെട്ടു പോവാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ ഒരു കാരണം എന്തെന്നറിയോ? പണം നമുക്ക് സുലഭമായി പണം ലഭിക്കാൻ തുടങ്ങി. അടിച്ചു പൊളിക്കാൻ നമ്മുടെ മക്കളുടെ കയ്യിൽ പണം കിട്ടാൻ തുടങ്ങി. ആ പണം എങ്ങനെയെല്ലാം സമ്പാദിക്കണോ, എങ്ങനെയാണ് കടന്നു വരുന്നതെന്നോ നോക്കുന്നില്ല. ലാ അഖാഫു അലൈക്കും അൻ തുശ്രികൂ ബഅദി. റസൂലുള്ളാഹി പറയാൻ, നിങ്ങൾ എല്ലാവരും എൻ്റെ കാലശേഷം മുശ്രിക്കീങ്ങളായി പോകും എന്ന ഭയം എനിക്കില്ല. വലാകിൻ അഖാഫു അലൈക്കും അൻ തുബസത അലൈക്കുമുദ് ദുനിയാ. എൻ്റെ ഭയം എന്തെന്നറിയുമോ? നിങ്ങൾക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി കടന്നു വരലാൻ, ഇഷ്ടം പോലെ പണം കറങ്ങാൻ, ഇഷ്ടം പോലെ വാഹനങ്ങള്, കുഞ്ഞുമക്കളുടെ കയ്യിൽ കറങ്ങാൻ വാഹനം, ഇഷ്ടം പോലെ മൊബൈൽ, അതിൽ റീചാർജ് ചെയ്യാനുള്ള പണം, എവിടെയും കറങ്ങാൻ ഇഷ്ടം പോലെ പണം, പെട്രോൾ അടിക്കാനും റീചാർജ് ചെയ്യാനും മക്കളുടെ കയ്യിൽ പണം, എന്തും വാങ്ങി തിന്നാനുള്ള പണം, ആരുടെ കൂടെയും കറങ്ങാനുള്ള പണം, ആരെയും വാഹനത്തിലെത്തി യാത്ര ചെയ്യാനുള്ള പണം. ഇങ്ങനെ പണം നിങ്ങളുടെ കയ്യിൽ വന്നാലാണ് ഞാൻ വല്ലാതെ ദുനിയാവിനെ ഭയപ്പെടുന്നത്. അപ്പോഴാണ് നിങ്ങളുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നത് എനിക്ക് പേടിയെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധയുള്ള പിതാക്കളാകണം നമ്മൾ, ഉത്തരവാദിത്വമുള്ള പിതാക്കന്മാരാകണം. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിന്റെ അവസാനത്തിലേക്ക് നീങ്ങാണ്. ഉത്തരവാദിത്വമുള്ള പിതാക്കളാകേണ്ട കാലമാണ്. ഒരുപക്ഷെ നമ്മൾ ഈ നന്മ പറഞ്ഞാൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകാം. അവിടെയാണ് നബി തങ്ങളുടെ ഹദീസ് നമ്മൾ ആലോചിക്കേണ്ടത്. സയഅതി സമാൻ, ഒരു കാലം വരാനിരിക്കുന്നുണ്ട്, ഒരു കാലം നമുക്കിടയിലേക്ക് വരാനിരിക്കുന്നുണ്ട്. ഇതാണ് ആ കാലത്തിന്റെ പ്രത്യേകത. അജ്റുൽ ആമിലി ഫീന,
ആ കാലത്ത് നന്മ ചെയ്യുന്ന ആൾക്കുള്ള പ്രതിഫലം അജ്റു 50 മിൻകും, നിങ്ങളിൽ 50 പേരുടെ പ്രതിഫലമാണ്. റസൂലുള്ളാഹി പറയാൻ, ഒരാള് നിങ്ങളിൽ നിന്ന് നന്മ ചെയ്യുമ്പോൾ സ്വഹാബത്തിനോടാ പറയുന്നത്, നിങ്ങൾ 50 ആള് ചെയ്യുന്ന നന്മയുടെ കൂലി ഒരാൾക്ക് ചെയ്യുന്ന നന്മക്ക് അല്ലാഹ് കൊടുക്കും. അപ്പൊ സ്വഹാബത്ത് ചോദിക്കാൻ, അജ്റു 50 മിന്ന, ഞങ്ങളെ കൂട്ടത്തിൽപ്പെട്ട 50 സ്വഹാബികൾ ചെയ്യുന്ന അമലിന്റെ കൂലി ഒരാൾക്ക് അമല് കിട്ടുന്നോ? അതേ നബി തങ്ങൾ പറഞ്ഞു, അതേ. എന്തേ നബി? അതിന്റെ കാരണം ലിഅന്നകും തജിദൂന അലൽ ഖൈരി അവാനാ, കാരണം നിങ്ങൾക്കൊരു നന്മ ചെയ്താൽ കൂടെ നിൽക്കാൻ ആളുണ്ട്, അവര് നന്മ ചെയ്താൽ കൂടെ നിൽക്കാൻ ആളില്ല. നിങ്ങൾ നന്മ പറഞ്ഞാൽ അനുസരിക്കാൻ മക്കളെ കിട്ടും, ഓല് നന്മ പറഞ്ഞാൽ അനുസരിക്കാൻ മക്കളെ കിട്ടൂല. അപ്പോഴും പറയുന്ന മാതാവാവണം, അപ്പോഴും പറയാൻ ധൈര്യമുള്ള ഉമ്മയാവണം. മോനോട് പറഞ്ഞു, എടാ എണീക്കടാ, നിസ്കരിക്കടാ, 14 വയസ്സും 15 വയസ്സായ മോൻ സുഖമായിട്ട് കിടന്നുറങ്ങ, എണീക്കടാ. ഈ ഉമ്മ ഒരു സ്വൈര്യം തരൂല. ഒന്നാമത്തെ ദിവസം കേട്ടാൽ 2ാമത്തെ ദിവസം പറയൽ നിർത്തല്ല, 2ാമത്തെ ദിവസം പറയൽ നമ്മുടെ ഉത്തരവാദിത്തമാണ്, ആഗ്രഹിക്കൽ നമ്മുടെ ഉത്തരവാദിത്തമാണ്. നന്നാവൽ അള്ളാഹുവിൻ്റെ കയ്യിലുള്ള കാര്യമാണ്. പക്ഷേ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം, തിരുത്തേണ്ടടുത്ത് നമ്മൾ തിരുത്തണം. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ.